മായ്ച്ചു കളയുന്നു. അവന്റെ പുത്രന്മാർക്ക് ബഹുമാനം ലഭിക്കുന്നത് അവൻ അറിയുന്നില്ല. അവർക്ക് താഴ്ച ഭവിക്കുന്നത് അവൻ ഗ്രഹിക്കുന്നില്ല. തന്നെപ്പറ്റി മാത്രം അവന്റെ ദേഹം വേദനപ്പെടുന്നു. തന്നെക്കുറിച്ചത്രേ അവന്റെ ഉള്ളം ദുഃഖിക്കുന്നത്. യഹോവയെ സ്തുതിപ്പിൻ. ദൈവമേ സ്തുതിയോഗ്യമാകുന്നു. ബാധിക്കുമോ ക്ലേശസമ്പൂർണ്ണമാമീ ലോകത്തിൽ ഇന്നുമകന്നവരെ ദുരിതാന്തേണ്ട ലോകത്തിൽ ദൂതരുമൊന്നിച്ചാക്കണമേ. രക്ഷകനാകും മശിഹായേ ആബ്രഹാമേൻ മടിയിലവർ എന്നേക്കും വിശ്രമമേക്കണമേ. മറിയോരാകെ മേലേനുവതാരേ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വീണ്ടും ഒരു വേർപാടിൻ്റെതായ വേദനയിലായിരിക്കുന്ന ഭവനത്തിൽ നമുക്ക് ഒരുമിച്ച് ആയിരിക്കാനും പ്രിയപ്പെട്ട സഹോദരൻ ബേബിയുടെ യാത്രയയപ്പിനായി ഞാനും നിങ്ങളിവിടെ കൂടി വന്നിരിക്കുമ്പോൾ പ്രാർത്ഥനകളും അതുപോലെ തന്നെ ആശ്വാസവചനങ്ങളുമൊക്കെ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നാം കേട്ടുകൊണ്ടിരിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. കേട്ട വചനത്തിലൂടെയൊക്കെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കർത്താവിൽ പ്രത്യാശയോടെ അവന്റെ തിരുശരീരരക്തങ്ങൾ അനുഭവിച്ച് അവനിലും കർത്താവ് നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്ന അനുഭവത്തിൽ കൂടെ ഈ ലോക ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ ഓർക്കപ്പുറത്ത് നനയാത്ത നാഴികയിൽ ഒരു ദിവസം നമ്മുടെ സൃഷ്ടാവ് നമ്മെ അവന്റെ സന്നിധിയിലേക്ക് വിളിച്ച് ചേർക്കും. അവന്റെ സന്നിധിയിലേക്ക് വിളിക്കുമ്പോൾ ഈ ലോകത്തിൽ നിന്ന് ഞാനും നിങ്ങളും പ്രിയപ്പെട്ട ജാക്കോച്ചാൻ ഓർപ്പിച്ചതുപോലെ നമുക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന ആ നിത്യവാസസ്ഥലത്ത് ഭവനത്തിൽ എത്തിച്ചേരുവാൻ യോഗ്യതയുള്ളവരായി ഇവിടെ നിന്ന് കടന്നു പോകണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ ലോകത്തിൽ ഞാനും നിങ്ങളും ദൈവം നമുക്കത് ജന്മം തന്ന് ഇന്ന് നാം ഓരോരുത്തരും ആയിരിക്കുന്ന ഈ പ്രായം വരെയും ദൈവത്തിന്റെ പരിപാലനയിൽ കൂടെ നാം ജീവിച്ചു വന്നു. പരിശുദ്ധനായ പൗലോസ്ലേഹ കൊരിന്ത്യർക്കെഴുതിയ 4 ലേഖനം 15-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിലൂടെ ഇപ്രകാരം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്: ആദാമിൽ എല്ലാവരും മരിക്കുന്നു, എന്നാൽ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. അപ്പോൾ ആദിമ മനുഷ്യനായിരിക്കുന്ന ആദാമിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് പൗലോസ്ലേഹ മരിക്കുന്നവരുടെ മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ രണ്ടാമത് എന്നേക്കും എന്നാളും ജീവിച്ചിരിക്കേണ്ടതിന് ക്രിസ്തുവിൽ ആയിത്തീരുന്ന ഒരനുഭവത്തെക്കുറിച്ചും പൗലോസ്ലേഹ ഓർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലോകത്തിൽ ജീവിക്കുന്ന ഞാനും നിങ്ങളും ഈ ലോകത്തിൽ വെച്ച് പാപമരണത്തിന്റെ അനുഭവത്തിൽ കൂടെ കടന്നു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് പൂർവ്വപിതാവായ ആദാം ആ അനുഭവത്തിൽ കൂടെ കടന്നുപോയി. ആദാമിയ മനുഷ്യരെല്ലാവരും മരിക്കും. എന്നാൽ ആ മരണത്തിൽ നിന്ന് ജീവൻ തരുവാൻ തക്കവണ്ണം രണ്ടാം മനുഷ്യനായ ക്രിസ്തു, ഒന്നാം മനുഷ്യൻ ആദാമാണെങ്കിൽ ജീവൻ കൊടുക്കുവാൻ ദൈവത്തിന്റെ പുത്രനെ രണ്ടാം മനുഷ്യനായ ലോകത്തിലേക്ക് അയച്ചു പിതാവാം ദൈവം. ആ ക്രിസ്തു അഥവാ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ജീവൻ പ്രാപിക്കുന്ന വ്യക്തിജീവിതങ്ങളായി വിശ്വാസികളായി ഞാനും നിങ്ങളും ഈ ലോകത്തിൽ ജീവിപ്പാൻ തക്കവണ്ണം നമുക്കിടയാകണം. എന്തുകൊണ്ടെന്നാൽ പൗലോസ്ലേഹ ഇപ്രകാരം തിരുവചനത്തിലൂടെ മേലെ ഓർപ്പിക്കുന്നു: എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലമുണ്ടായി. അപ്പോൾ ഒന്നാം മനുഷ്യനായിരിക്കുന്ന ആദാം മുഖാന്തരം മരണം ലോകത്തിൽ വന്നെങ്കിൽ രണ്ടാം മനുഷ്യനായിരിക്കുന്ന ക്രിസ്തു മുഖാന്തരം ദൈവമക്കളെ എല്ലാവരും ജീവിപ്പിക്കപ്പെടുന്ന ഒരനുഭവത്തിലേക്ക് വരുവാനിടയാകും. അപ്പോ ഓർപ്പിച്ച
വായിച്ചതുപോലെ ക്രിസ്തുവിൽ ഞാനും നിങ്ങളും ആയിത്തീരുക. ക്രിസ്തുവിലായിത്തീരുന്ന അനുഭവത്തിൽ കൂടെയാണ് നമുക്ക് നിത്യമായ വാസസ്ഥലത്തേക്ക്, നിത്യമായ ജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ ഇടയാകുന്നത്. അതുകൊണ്ട് ആദാമ്യ മനുഷ്യരായിരിക്കുന്ന നാം ക്രിസ്തുവിലായിത്തീരേണ്ടതിന് വിശുദ്ധ മാമോദീസ എന്ന കൂദാശയിലൂടെ സഭ നമ്മെ ക്രിസ്തുവിലാക്കി തീർത്തു. അങ്ങനെ ക്രിസ്തുവിലായിത്തീർന്ന ഞാനും നിങ്ങളും ഈ ലോകത്തിൽ യേശുക്രിസ്തുവിൽ ജനിച്ച് വളർന്ന് ജീവിക്കുന്നതായ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നാം ആയിരിക്കുന്നത്. ക്രിസ്തുവിൽ ജനിച്ചു, വിശുദ്ധ മാമോദീസായിലൂടെ ക്രിസ്തുവിലായിത്തീർന്നു. അന്ന് തന്നെ കർത്താവിന്റെ ദൃശ്യരക്തങ്ങൾ നമ്മുടെ ഉള്ളത്തിലേക്ക് വസിപ്പാൻ തക്കവണ്ണം, കർത്താവ് വസിപ്പാൻ തക്കവണ്ണം കാർമ്മികനായിരിക്കുന്ന പുരോഹിതൻ നമുക്ക് തന്നു. അങ്ങനെ കർത്താവിന്റെ ദൃശ്യരക്തങ്ങൾ അനുഭവിച്ച് ആ ശൈശവ പ്രായം മുതൽ നമ്മൾ പിന്നീട് ഇങ്ങോട്ട് വളരുകയാണ്. ലോകത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ ഞാനും നിങ്ങളും ഇന്നുവരെയും വളർച്ചയുടെ ഒരു പരിധിയിലെത്തിയിരിക്കുന്നു. എന്നാൽ വളർച്ച എന്ന് പൂർത്തിയാകും, എപ്പോൾ വരെ വളർച്ച നിലനിൽക്കും എന്നുള്ളത് നാം ചിന്തിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ആത്മീയമായ ഒരു വിശ്വാസി വളരുവാൻ തക്കവണ്ണം ആവശ്യമായിരിക്കുന്ന എല്ലാ ക്രമീകരണങ്ങളും സഭയിൽ കൂടെ പിതാക്കന്മാര് ദൈവവചന അടിസ്ഥാനത്തിൽ നമുക്ക് ക്രമീകരിച്ചു തന്നിട്ടുണ്ട്. ആ ക്രമീകരണത്തിനനുസരണമായിട്ട് അതിന് വിധേയപ്പെട്ട് അതിനനുസരണമായി ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ നമ്മൾ ആത്മീയമായി വളർന്നുകൊണ്ടിരിക്കുക. ശരീരത്തിൽ നമ്മൾ ജനിച്ച് മാമോദീസായേറ്റ നാളിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായി വളർന്നു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ വളർന്ന ഞാനും നിങ്ങളും ആ ശരീരത്തിലെ വളർച്ചയ്ക്കനുസരിച്ച് ഉള്ളിലുള്ള മനുഷ്യൻ അഥവാ അകത്തെ മനുഷ്യനായിരിക്കുന്ന ആത്മാവ് വളർന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ശോധന ചെയ്യേണ്ടതായിട്ടുണ്ട്. കർത്താവ് ഈ പുറമേയുള്ള മനുഷ്യനെയല്ല സ്വീകരിപ്പാൻ കടന്നു വരുന്നത്, പിന്നെയോ അകമയുള്ള മനുഷ്യനെയാണ്. അകമയുള്ള മനുഷ്യനെ കർത്താവ് എന്തായിട്ടിവിടെ പൗലോസ്ലീഹ കർത്താവ് കാണുന്നുവെന്ന് പൗലോസ്ലീഹ നമ്മെ ഓർപ്പിക്കുന്നു. അകമയുള്ള മനുഷ്യൻ, ദൈവമക്കളെ, കർത്താവിന് വേണ്ടി അഥവാ മണവാളിനു വേണ്ടി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട ആത്മമണവാട്ടിയാണ് അകമയുള്ള മനുഷ്യൻ. അപ്പൊ അകമയുള്ള മനുഷ്യൻ ആത്മാവിൽ അഥവാ അകമയുള്ള മനുഷ്യന് അഥവാ ആത്മാവ് കർത്താവിന് വേണ്ടി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട മണവാളിനു വേണ്ടി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട മണവാട്ടിയാണ്. അതുകൊണ്ട് വിശുദ്ധ സഭയുടെ മക്കൾ വചനപ്രകാരം പൗലോസ്ലീഹായുടെ ഭാഷയിൽ ക്രിസ്തു എന്ന ഏകപുരുഷന് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന മണവാട്ടികളാണ് അഥവാ കന്യകകളാണ്. അങ്ങനെ ക്രിസ്തു എന്ന ഏകപുരുഷന് വേണ്ടി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന ഞാനും നിങ്ങളും ക്രിസ്തു എന്ന മണവാളൻ മടങ്ങി വരുന്നതുവരെയും അഥവാ അവന്റെ സന്നിധിയിലേക്ക് അവൻ വിളിച്ചു ചേർക്കുന്നതുവരെയും നമുക്ക് നമ്മെ തന്നെ വളർച്ചയുടെ പന്ഥാവിൽ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കണം. ആദാമിയ മനുഷ്യൻ ഈ ലോകത്തിൽ മരണത്തിന് അധീനതപ്പെട്ടവരായി മാറിയെങ്കിൽ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി ഉയർത്തെഴുന്നേറ്റവനായതുകൊണ്ട് ക്രിസ്തുവിലായിരിക്കുന്ന ഓരോരുത്തരും, പ്രിയമുള്ളവരെ, ആ വളർച്ചയുടെ കാലഘട്ടത്തിൽ മുമ്പോട്ട് ജീവിച്ച് ക്രിസ്തു എന്ന തലയോളം വളരുവാൻ തക്കവണ്ണം നമ്മെക്കുറിച്ച് പിതാക്കന്മാര് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നാം ഓരോരുത്തരും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എന്റെയും നിങ്ങളുടെയും ആത്മാവിന്റെ വളർച്ചയെ കരുതുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാകണം. ആ വളർച്ചയ്ക്ക് തടസ്സമായത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ തക്കവണ്ണം നമ്മളെ തന്നെ സൂക്ഷിപ്പാനും ലോകജീവിതം വളരെ സൂക്ഷ്മതയോടുകൂടെ നയിപ്പാനും നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകണം. എന്തുകൊണ്ടെന്നാൽ എനിക്ക് മുമ്പേ പ്രസംഗിച്ച കർത്തൃദാസന്മാര് പലരും നമ്മെ ഓർപ്പിച്ചു, ലോകം നമുക്ക് യോഗ്യമല്ല. ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തിൽ നിന്ന് കർത്താവിനോട് ചേർക്കപ്പെടുവാൻ തടസ്സമായ വിധത്തിൽ എല്ലാവിധ ലോക ഇമ്പങ്ങളും ലോകത്തിന്റെ സാഹചര്യങ്ങളും നമ്മുടെ മുമ്പിൽ ശത്രു അഥവാ സാത്താൻ ഒരുക്കിക്കൊണ്ടുവരുമ്പോൾ, ദൈവമക്കളെ, അതിൽ അധിഷ്ഠിതരായി അഥവാ അതിൽ ആകൃഷ്ടരായി അതിനെ താലോലിച്ച് അതിന്റെ പിന്നാലെ ഓടുന്നവരായി തീരുവാൻ ഇടയായി തീർന്നാൽ പുറമേയുള്ള മനുഷ്യനെ വളരുകയുള്ളൂ, അകമയുള്ള മനുഷ്യൻ വളരുകയില്ല എന്നുള്ളത് ഞാൻ നിങ്ങളും ഓർക്കണം. അകമയുള്ള മനുഷ്യൻ വളർന്നെങ്കിൽ മാത്രമേ, ദൈവമക്കളെ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ
ദൈവമക്കളെ, അവനോടുകൂടെ ചേർക്കപ്പെടുവാൻ. അതാണ് മണവാട്ടി സഭയെ ചേർക്കുന്ന, മണവാളൻ മണവാട്ടിയെ ചേർക്കാൻ കടന്നു വരുന്നതായ സമയം. ആ നിമിഷം മാത്രമാണ് മണവാട്ടിയുടെ വളർച്ച പൂർത്തിയാകുന്നത്. സഭയൻ മക്കള് ആത്മീയമായി വളരേണ്ടവരാണ്. വളർന്ന് വളർച്ചയുടെ പൂർത്തീകരണത്തിൽ എത്തുന്ന നിമിഷമെന്ന് പറയുന്നത് കർത്താവ് മണവാട്ടിയെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ കടന്നു വരുന്ന സന്ദർഭമാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് അതുവരെയുള്ളതായ ഈ ലോക ജീവിതത്തിലായാലും ഇവിടെ നിന്ന് ഈ മൺശരീരം വിട്ട് ദൈവമക്കളെ ഇതിനപ്പുറത്തേക്ക് നാം കടന്നുപോയാലും, ആത്മാവ് കടന്നുപോയാലും വളർച്ച അവസാനിക്കുന്നില്ല. ആത്മാവ് പിന്നെയും വളർന്നുകൊണ്ടിരിക്കുക. ക്രിസ്തീയ വിശ്വാസപ്രകാരം ആത്മാവ് വളരുന്നു. ദൈവമക്കളെ, വളർച്ചയ്ക്ക് ആവശ്യമായത് വിശുദ്ധ ദേവാലയത്തിലൂടെയും അതുപോലെ തന്നെ വിശുദ്ധ കൂട്ടായ്മയിലൂടെയും ഒക്കെ ആരാധനയുടേതായ ക്രമീകരണങ്ങളിലൂടെയും ആത്മാവിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിരിക്കുന്നതൊക്കെയും പ്രിയമുള്ളവരെ സഭ നമുക്ക് ക്രമീകരിച്ചു തന്നിരിക്കുമ്പോൾ അതിനെ വളരെയധികം സന്തോഷത്തോടെ വളരെയധികം താല്പര്യത്തോടെ സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് നമ്മുടെ ജീവിതം നയിപ്പാൻ നമുക്ക് സാധിക്കണം. ഇനിയും പറയുമ്പോൾ നമ്മുടെ പ്രിയ സഹോദരൻ ബേബി 65 വർഷക്കാലം ഈ ലോകത്തിൽ ജീവിപ്പാൻ ദൈവം അവസരം കൊടുത്തു. തന്റെ കുടുംബത്തെയും അതുപോലെ തന്നെ കുടുംബത്തിൽ പ്രിയപ്പെട്ടവളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ തന്റെ ഈ ജീവിതയാത്രയിൽ വളർത്തി കുഞ്ഞുങ്ങളെ വിവാഹം ചെയ്തയച്ച് അതെല്ലാം അവരുടെ കൊച്ചുമക്കളെയൊക്കെ കാണുവാൻ ഒക്കെയുള്ളതായ അവസരം കർത്താവ് കൊടുത്തു. ഇതിനിടയ്ക്ക് ലോകത്തിന്റെ വിവിധങ്ങളായ സാഹചര്യങ്ങളിലും വിവിധങ്ങളായ സ്ഥാനങ്ങളിലുമൊക്കെ മെമ്പർഷിപ്പ് തനിക്കുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും നിത്യതയിൽ എത്തിക്കുന്നതല്ല. പ്രിയമുള്ളവരെ, ഓസ്ട്രേലിയയിലേക്കുള്ള യാത്രയ്ക്ക് ശേഷം മടങ്ങി വന്ന് നമുക്കറിയാം ആശുപത്രിയിൽ അഭയം തേടി അമൃത ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അവിടെ നിന്ന് തുടർന്ന് ഇങ്ങോട്ട് ഉള്ള ജീവിതയാത്ര അതൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. തന്റെ ആത്മാവിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ദൈവം കൊടുത്ത ഒരവസരമായിരുന്നു. പ്രിയബേബിയെ സംബന്ധിച്ചിടത്തോളം എറണാകുളത്ത് ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങി വന്ന് പ്രിയമുള്ളവരെ ഇവിടെ പുറ്റൂരിടവകയുടേതായ പുരുഷന്മാരുടെ കൂട്ടായ്മ, ആ കൂട്ടായ്മയോടുള്ള ബന്ധത്തിൽ ഞായറാഴ്ച തോറും വൈകിട്ട് നടക്കുന്നതായ കൂട്ടായ്മയിൽ സ്ഥിരമായി സംബന്ധിച്ച് എനിക്ക് ആരോഗ്യമുള്ളപ്പോഴൊക്കെ അച്ഛനെ വിളിക്കും. അച്ഛനുമായിട്ട് ഒരുമിച്ച് തലയാർ ഭാഗത്ത് കടന്നുപോകും. ഈ മലം ഭാഗത്തുള്ളതായ കൂട്ടായ്മകളിലൊക്കെ കടന്നു പോകുമായിരുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ കൂട്ടായ്മയോടുള്ള ബന്ധത്തിലും വിശുദ്ധ ആരാധനയോടുള്ള ബന്ധത്തിലും തനിക്ക് ഭൗതികമായി ലോകപ്രകാരം ഉണ്ടായിരുന്ന എല്ലാ വിഷയങ്ങളിൽ നിന്നും ഒന്ന് പിന്മാറി. പ്രിയമുള്ളവരെ, ഇതൊക്കെ മുൻകാലങ്ങളിൽ അതിന്റെയൊക്കെ മെമ്പറും സ്ഥാനങ്ങളും മാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് ദൈവം ഒരു ബോധ്യം കൊടുത്തു. കഴിഞ്ഞകാല ജീവിതത്തിലെ അവസരങ്ങൾ കൊണ്ടൊന്നും അല്ലെങ്കിൽ ആ സ്ഥാനമാനങ്ങൾ കൊണ്ടൊന്നും കർത്താവിനോട് ചേരുവാൻ സാധ്യമല്ല എന്നുള്ളത് തീർച്ചയായിട്ടും പ്രിയബേബിക്ക് മനസ്സിലാക്കുവാനുള്ള അവസരം കർത്താവ് കൂടെ കൊടുത്തപ്പോൾ ബുദ്ധിയുള്ള കന്യകമാരെ പോലെ ദൈവമക്കളെ അത് തെരഞ്ഞെടുത്തുകൊണ്ട് അതിന്റെ പിന്നാലെ ദൈവമക്കളെ പോകുവാൻ തക്കവണ്ണം അതിനോട് ചേർന്ന് ജീവിപ്പാൻ തക്കവണ്ണം പല സന്ദർഭങ്ങൾ ലഭിച്ചു. ഈ ഭവനത്തിൽ കൂട്ടായ്മകൾ പല പ്രാവശ്യം ഞായറാഴ്ച വൈകിട്ടത്തെ കൂട്ടായ്മകൾ വെച്ചു. അതിലൊക്കെ സംബന്ധിച്ചു. പ്രിയമുള്ളവരെ, എനിക്ക് പറയാനുള്ളത് മുൻപ് ഒരു ലോകത്തിൻ്റെതായ അനുഭവത്തിൽ കൂടെ ജീവിച്ചെങ്കിൽ ദൈവം ഒരവസരം കൊടുത്തപ്പോൾ ആ അവസരം താൻ പൂർണ്ണമായിട്ടും സ്വീകരിച്ചുകൊണ്ട് കർത്തൃസന്നിധിയിലേക്ക് അടുക്കുകയും കഴിവുള്ള സമയങ്ങളിലൊക്കെ കർത്താവിന്റെ ദൃശ്യരക്തങ്ങൾ ദേവാലയത്തിൽ വെച്ച് അനുഭവിക്കുകയും കൂട്ടായ്മകളുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥനകളുമായി ബന്ധപ്പെട്ട് തനിക്ക് അവസാന നാളുകളിൽ നന്നായിട്ട് പ്രവർത്തിപ്പാനും ഓടുവാനും ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ കൂട്ടായ്മകളുടെ ഒരു തടസ്സം ഏതെങ്കിലും ഭവനത്തിൽ ക്രമീകരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഈ ഭവനത്തിലേക്ക് അതിനെ ക്ഷണിക്കുവാനും അവസാനം കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ആശുപത്രിയിൽ പോകുന്നതിന് മുമ്പ് ഇവിടെ ഒരു കൂട്ടായ്മ നടന്നിരുന്നു. ആ കൂട്ടായ്മ കഴിഞ്ഞ് ഇവിടെ നിന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങിപ്പോയപ്പോൾ പ്രിയ സഹോദരൻ വെളിയിലേക്ക് ഇറങ്ങി വന്നു. ഞാൻ ബൈക്കിൽ കയറാനായിട്ട് തുടങ്ങുമ്പോൾ ഹിംസങ്ങളെ 5-ാം തീയതി ആണെന്ന് തോന്നുന്നു, 5-ാം തീയതി ചെക്കപ്പിന് വേണ്ടിയിട്ട് പോകുകയാണ്, പ്രാർത്ഥിക്കണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. പ്രിയമുള്ളവരെ, അപ്പോ ദൈവത്തോടും ദൈവിക വിഷയങ്ങളോടും തന്റെ ആത്മാവിനുണ്ടായിരുന്നതായ ആ ബന്ധം, ചേർച്ച കഴിഞ്ഞകാല ജീവിതത്തിൽ ലോകാനുരൂപമായ അനുഭവത്തിൽ ലോകത്തിന്റെ സ്ഥാനമാനങ്ങളിൽ ലോകത്തിന്റേതായ വഴികളിലും കൂടെ ജീവിച്ചെങ്കിൽ ദൈവമക്കളെ, ദൈവം തനിക്കൊരവസരം കൊടുത്തപ്പോൾ അതിനെ
ദൈവത്തോട് ചേർക്കുവാൻ, മറ്റുള്ളതിനെയൊക്കെ പൗലോസ്ലേഹ പറഞ്ഞതുപോലെ ചപ്പന്നും ചവർന്ന് എണ്ണുവാൻ തക്കവണ്ണം പ്രിയ സഹോദരന് ഇടയായി തീർന്നു എന്നുള്ളത് ഞാൻ ഓർക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന്റെ സമയമായി ആശുപത്രിയിൽ പോയി മടങ്ങി വന്നു. ദൈവമക്കളെ, ഒരു നല്ല അന്ത്യത്തിന് എല്ലാവരും അടുത്തുണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾ ആരുണ്ടൊക്കെയോ ചിലർ വരാനുണ്ടായിരുന്നു എന്നുള്ള ബാക്കി സഹോദരങ്ങളും ലിസിയും മറ്റ് എല്ലാവരും, ടിങ്കുവും എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ലൊരു അന്ത്യം പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവം തന്റെ ദാസന്, തന്റെ മകന് അവസരം കൊടുത്തു. എന്തുകൊണ്ടെന്ന് ചിന്തിച്ചാൽ, ദൈവമക്കളെ, ലോകാനുരൂപമായി അല്ലെങ്കിൽ ലോകത്തിൻ്റെതായ പല വഴികളിൽ കൂടെയൊക്കെ ജീവിച്ച കാലത്തിലും ഉള്ളിലൊരു സത്യമുണ്ടായിരുന്നു. ഉള്ളിലൊരു ആത്മാവിന്റെ ഒരു പ്രചോദനം ദൈവത്തോട് ബന്ധപ്പെട്ട് നിൽക്കണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് ദൈവമക്കളെ, ദൈവം അതിനെ മാനിച്ചു എന്ന് വേണം പറയുവാൻ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പ്രിയമുള്ളവരെ, അങ്ങനെ 65-ാമത്തെ വയസ്സിൽ ലോകത്തിൽ നിന്ന് ദൈവം വിളിച്ചപ്പോൾ നിത്യതയിൽ തനിക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു ഭവനമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ വിശ്വാസത്തിൽ ആ ഭവനത്തിലേക്ക് യാത്രയാകുവാൻ തക്കവണ്ണം നമ്മുടെ സഹോദരന്, നമ്മുടെ പ്രിയ ബേബിക്ക് സാധ്യമായി എന്നുള്ളത് ദൈവമക്കളെ നമുക്ക് എല്ലാവർക്കും നിശ്ചയമുള്ളൊരു കാര്യമാണ്. ഭൗതികമായ നിലയിൽ പല കാര്യങ്ങളോടും ബന്ധപ്പെട്ട്, ആത്മീയതും അതുപോലെ തന്നെ ജീവകാരുണ്യപരമായ പല കാര്യങ്ങളോടും ഒക്കെ ബന്ധപ്പെട്ട് നിന്നു. മാത്രമല്ല, പഞ്ചായത്ത് മെമ്പറായിട്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കടവമ്പാറ ശാലോം നഗർ റെസിഡൻഷ്യൽ അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു അസോസിയേഷനുണ്ട്. ആ അസോസിയേഷന് തുടക്കകാലത്ത് ബേബി 10-ാം വാർഡിന് മെമ്പറായിരുന്നു. അങ്ങനെ ആ മെമ്പറായിരിക്കുന്ന സമയത്ത് ആ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് പല സന്ദർഭങ്ങളിലും ഞങ്ങളുടെ ആ കടവമ്പാറ ഭാഗത്ത് ആവശ്യമുള്ള പല കാര്യങ്ങൾ പഞ്ചായത്തിൽ കൂടെ ക്രമീകരിച്ചു. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, ഒരു ഭവനം തന്റേതായ അനുഭവത്തിൽ തന്റെ വാർഡിൽ കൊടുക്കുവാൻ തക്കവണ്ണം ഒരു അവസരമുണ്ടായപ്പോൾ, തന്റേതായ നിലയിൽ കൊടുക്കുവാൻ തക്കവണ്ണം ഭവനത്തിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുവാനുള്ള അവസരമുണ്ടായപ്പോൾ, അത് ജാതിമത ഭേദമന്യേ നോക്കാതെ ഒരു ജാതിയിൽപ്പെട്ട ഒരു ആളിന് തന്നെ അത് ക്രമീകരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളും കൂടെ അതിന് സപ്പോർട്ട് ചെയ്തു. അങ്ങനെ 10-ാം വാർഡിൽ ഒരു ഭവനത്തിന്റേതായ അനുഭവം ഉണ്ടാകുവാൻ തക്കവണ്ണം ഒരു ജാതിയിൽപ്പെട്ട വ്യക്തിക്ക് തന്നെ ഒരു ഭവനത്തിന്റെ ക്രമീകരണങ്ങൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ചെയ്തു കൊടുക്കുവാനും പ്രിയ ബേബിക്ക് സാധിച്ചു. പ്രിയമുള്ളവരെ, അപ്പോൾ തനിക്ക് ലഭിച്ചതായ അവസരങ്ങളൊക്കെ ദൈവത്തിന്റെ പ്രസാദകരമായ വിധത്തിൽ താൻ വിനിയോഗിക്കുവാൻ തക്കവണ്ണം തന്റെ അവസാന കാലഘട്ടങ്ങൾ താൻ ഉപയോഗിച്ചു. യാക്കോച്ചായൻ പറഞ്ഞതുപോലെ തുടക്കത്തേക്കാൾ അവസാനം നന്നായിരിക്കുന്ന ഒരു അനുഭവം തന്റെ ജീവിതത്തിൽ തനിക്ക് കാഴ്ചവെക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ ഞാനും നിങ്ങളും ആയിരിക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ കൂടെ കടന്നു വരുന്നത് എന്ന് നമുക്ക് നിശ്ചയമില്ല. കടന്നു വരുമ്പോൾ ദൈവത്തിന് പ്രസാദമോ അല്ലാത്തതോ എന്ന് ശോധന ചെയ്തുകൊണ്ട് ദൈവത്തിന് ഹിതമല്ലാത്തതിനോടൊക്കെ ദൈവമക്കളെ അകൽച്ച കാണിക്കുവാനും യാത്ര പറയുവാനും അതിനോട് ബന്ധമില്ലാത്ത ഒരവസ്ഥയിൽ നിലനിന്നുകൊണ്ട് ദൈവത്തിന് പ്രസാദകരമായി മുമ്പോട്ട് ജീവിതത്തെ ക്രമീകരിക്കാനും പ്രവൃത്തികളെ ദൈവമക്കളെ ക്രമീകരിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അങ്ങനെ മാത്രമേ നാം ആഗ്രഹിച്ചതുകൊണ്ട് കാര്യമായില്ല, ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ ദൈവത്തിന് പ്രസാദകരമായി അഥവാ ദൈവരാജ്യത്തിൽ എത്തത്തക്കവണ്ണം ക്രമീകരിക്കപ്പെടണമെങ്കിൽ ദൈവമക്കളെ, നമ്മുടെ ഉള്ളം ദൈവം അറിയുമ്പോൾ യഥാർത്ഥമായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവ വഴിയിൽ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നു, ദൈവത്തിന് പ്രസാദകരമായ കാര്യങ്ങൾ പ്രവർത്തിപ്പാൻ നമുക്ക് മനസ്സുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ അതിന് താല്പര്യമുണ്ട് എന്നുള്ളത് ദൈവം അറിയുമ്പോൾ പ്രിയമുള്ളവരെ, തീർച്ചയായിട്ടും നമ്മൾ ഏതെങ്കിലും ലോകപരമായ അനുഭവങ്ങളിൽ കൂടെ ജീവിച്ചു പോയിട്ടുണ്ടെങ്കിലും നമുക്ക് അവസരങ്ങൾ തരുമ്പോൾ അതിനെ ബുദ്ധിയോടെ മനസ്സിലാക്കിക്കൊണ്ട്, ആരാണ് ബുദ്ധിമാനെന്ന് തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ബുദ്ധിയുള്ളവൻ ആര്? പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിതവനാ. മണലിന്മേൽ അടിസ്ഥാനമിട്ട് വീട് പണിതവന് ബുദ്ധിയുള്ളവനല്ല എന്ന് വചനം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവമക്കളെ, എന്താണ് പാറമേൽ അടിസ്ഥാനമിട്ട വീടെന്ന് ഉദ്ദേശിക്കുന്നത്? കർത്താവായ യേശുക്രിസ്തുവാകുന്ന പാറമേൽ, അവനാകുന്ന പാറമേൽ അടിസ്ഥാനം ഇട്ട് വീട് പണിയുവാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ഓരോ വിശ്വാസിക്കും സാധ്യമാകണം. പ്രിയമുള്ളവരെ, അവനാകുന്ന മൂലക്കല്ലിന്മേൽ ചേർത്ത് പണിയപ്പെടുന്ന ഭവനത്തിന്റെ അഥവാ സഭയുടെ ഓരോ കല്ലുകളാണ് ഞാനും നിങ്ങളും. പക്ഷേ ചേർത്ത് പണിയപ്പെടുവാൻ നമ്മെ വിട്ടുകൊടുക്കുന്നില്ല എങ്കിൽ എങ്ങനെ സാധ്യമാകും? എങ്ങനെ ഭവനം പൂർത്തീകരിക്കപ്പെടാൻ സാധിക്കും? അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന ദൈവജനമേ,
നമ്മുടെ ജീവിതം എവിടെ വെച്ച് എങ്ങനെ അവസാനിക്കുമെന്ന് നിശ്ചയമില്ലാത്തതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാനും ജീവിതത്തെ ക്രമീകരിക്കുവാനും ദൈവമക്കളെ അതുകൊണ്ട് കർത്താവിന് പ്രസാദകരമായ വിധത്തിൽ നമ്മുടേതായ ജീവിതയാത്ര തുടരുവാനും നമുക്ക് ഇടയാകണം. പൗലോസ് ശ്ലീഹ ഓർപ്പിച്ച കാര്യം ചാക്കോച്ചായൻ ഓർപ്പിച്ചു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം രൂപാന്തരപ്പെട്ട മേഘങ്ങളിൽ അവരോടുകൂടെ എടുക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ നാം എല്ലായ്പ്പോഴും ക്രിസ്തുവിനോടുകൂടെ കർത്താവിനോടുകൂടെ വസിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ എന്നാണ് പൗലോസ് ശ്ലീഹ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ, വേർപാട് നിശ്ചയമുള്ള കാര്യമാണ്. എന്നാൽ അത് എപ്പോഴെന്നുള്ള സമയമാണ് നിശ്ചയമില്ലാത്തത്. അതുകൊണ്ട് ഏത് പ്രായത്തിൽ എവിടെ വെച്ച് എങ്ങനെ ഏത് സാഹചര്യത്തിൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാലും നമ്മുടെ ആത്മാവിന്റെ വളർച്ചയെ കരുതി മുമ്പോട്ട് ജീവിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടെങ്കിൽ ദൈവമക്കളെ, എവിടെ വെച്ച് എങ്ങനെ എപ്പോഴ് ഏത് സാഹചര്യത്തിലും മാറ്റപ്പെടട്ടെ, കർത്താവിൽ നിദ്ര കൊള്ളുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കും. അങ്ങനെ കർത്താവ് കടന്നു വരുമ്പോൾ തന്റെ മണവാട്ടി സഭയിൽ ചേർക്കപ്പെടുവാനും നമുക്ക് ഇടയാകും എന്ന് ഓർപ്പിച്ചും ആശംസിച്ചും കൊണ്ട്, അതിന് നമുക്ക് ഇടയാകണമേ എന്ന് ഓർപ്പിച്ചും ആശംസിച്ചും കൊണ്ട് എന്റെ ചുരുങ്ങിയ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കട്ടെ. പ്രിയമുള്ളവരെ, ദുഃഖിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ പരിശുദ്ധാത്മാവിനാൽ എല്ലാവർക്കും ദൈവം ആശ്വാസവും സമാധാനവും കൊടുക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ആയതിന് നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഫലമേൽപ്പിച്ചു കൊടുക്കാം. കർത്താവിന്റെ വഴികളെ പിൻപറ്റി അവന്റെ കാൽച്ചുവടുകളെ തന്നെ പിൻപറ്റി മുൻപോട്ട് ജീവിതം നയിപ്പാൻ നമുക്ക് ഇടയാകുകയും ചെയ്യട്ടെ എന്ന് ആശംസിച്ചും കൊണ്ട് ഓർപ്പിച്ചും കൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. മൺമയമാമേ ഉലകിൽ കാൺമതുമായ വൻമഹിമ ധനം സുഖങ്ങൾ സകലതും മായ വൻമഹിമ ധനം സുഖങ്ങൾ സകലതും മായ മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ എന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ എന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ ധാന്യം ധനം ലാഭം കീർത്തി നഷ്ടമാകും ധാന്യം ധനം ലാഭം കീർത്തി നഷ്ടമാകും മാന്യമിത്ര രാഗ നമ്മെ പിരിഞ്ഞിനി പോകും മാന്യമിത്ര രാഗ നമ്മെ പിരിഞ്ഞിനി പോകും 70 ഏറെയായാൽ 80 മാത്രം നീളുമായോ സതു നിനച്ചാൽ കഷ്ടത മാത്രം നീളുമായോ സതു നിനച്ചാൽ കഷ്ടത മാത്രം ലോകമാരോ ഭൂവിൽ മാർത്യ രാശ്രയം തേടി ലോകമാരോ ഭൂവിൽ മാർത്യ രാശ്രയം തേടി ശോകക്കോടും വേലയോ വീഴുന്നു വാടി ശോകക്കോടും വേലയോ വീഴുന്നു
തളർന്നു വാടി ദൈവമക്കൾ നമുക്കു സ്വർഗം സ്വന്തദേശം ദൈവമക്കൾ നമുക്കു സ്വർഗം സ്വന്തദേശം കേവലമീ പാരിടമോ വെറും പരദേശം കേവലമീ പാരിടമോ വെറും പരദേശം മൺമയമാ ഉലകിൽ കാൺമതുമായ വൻമഹിമ ധനസുഖങ്ങൾ സകലതും മായ വൻ മഹിമ ധനസുഖങ്ങൾ സകലതും മായ. നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മനുഷ്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്ന് അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്നു, പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അതേ അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചു, നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചു പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളെയൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങളൊരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖമത്രേ. അത് വേഗം തിരികെയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം എന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം, അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങൾ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. യഹോവയെ സ്തുതിപ്പിൻ. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. പാറയ്ക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എത്രയും സ്നേഹവാത്സല്യമുള്ള ദുഃഖിതരായ ബന്ധുമിത്രാദികൾ, പ്രത്യേകിച്ച് നമ്മളിൽ നിന്നും വാങ്ങിപ്പോയ ബേച്ചാന്റെ കൂട്ടുദാസി, ദാനമായി കൊടുത്ത മക്കള്, ഇവരൊക്കെയും ദുഃഖത്തില്, വേദനയില് ഭാരപ്പെട്ടിരിക്കുന്നതായ സമയത്ത് നമുക്കൊക്കെയും ചെയ്യുവാനുള്ളത് ബേച്ചാന്റെ ആത്മാവിനു വേണ്ടി പ്രാർത്ഥിക്കാം എന്നുള്ളതാണ്. മറ്റുള്ള ദുഃഖിതരായിരിക്കുന്നതായ
തന്റെ ഭാര്യയെ ഓർത്തും മക്കളെ ഓർത്തും അവർക്കൊക്കെയും ആശ്വാസം ലഭിക്കത്തക്കവണ്ണം ദൈവം അവരെ ബലപ്പെടുത്തി ശക്തീകരിച്ച് നിർത്തണമെന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാമെന്നല്ലാതെ നമുക്ക് അതിനായിട്ടാണ് നമ്മൾ ഇന്ന് ഈ ബേബിച്ചാന്റെ ശരീരത്തിന് ചുറ്റും നമ്മളിപ്പോൾ നിൽക്കുന്നത്. മനുഷ്യന് മരണത്തെ ഇവർ നിയമിച്ചിരിക്കുകയാണ്. മനുഷ്യന് മരണം നിയമിച്ചിട്ടുള്ളതാണ്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യന് നിയമിച്ചിട്ടുണ്ട്. അത് നിയമനമാണ്. അത് നടന്നേ പറ്റും. ആർക്കും മരിക്കാതെ ഇവിടെ ജീവിക്കാമെന്ന് വിചാരിക്കണ്ട. അതിന് നിയമിച്ചിട്ടുള്ളതുണ്ട്. നമുക്ക് ഒരിക്കലും മരണമുണ്ട്, അതിന് ന്യായവിധിയൊക്കെ ഉണ്ട്. അതിൻ പ്രകാരം നമ്മളിപ്പോൾ ദേവിച്ചാന്റെ ഭൗമിക ശരീരത്തിന് ചുറ്റും നമ്മൾ നിൽക്കുമ്പോൾ ഒരു കാര്യം ഞാനും നിങ്ങളും ചിന്തിക്കണം. നമുക്കിതുപോലൊരു കിടക്കയുണ്ട്. അതെപ്പോഴാണെന്ന് നമുക്കറിയാനൊക്കെയില്ല. അത് നമ്മളെയും പഠിപ്പിക്കുന്നുണ്ട്. ദേഹം, ദേഹി, ആത്മാവെന്ന് 3 ഘടകങ്ങളായി നിർമ്മിതമായ മനുഷ്യന്റെ ശരീരം ദൈവം ദാനമായി കൊടുത്ത ആത്മാവിനെ എപ്പോൾ തിരിച്ചെടുക്കുന്നുവോ അതാണ് മരണം. എന്നാൽ മറ്റൊരു മരണത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പാപമരണമല്ല, ആത്മീയ മരണത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ചെയ്തു പോയ തെറ്റിനെക്കുറിച്ച് അനുതാപിക്കാതെ ദൈവികമായ ചൈതന്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട് വീണ്ടും പാപത്തിൽ തന്നെ ജീവിക്കുക. അതാണ് ആത്മീയമായ മരണം. ഇന്ന് ബേബിച്ചാനെ സംബന്ധിച്ചിടത്തോളം ബേബിച്ചാന്റെ മരണം അത് ശാരീരികമായ ഒരു മരണമാണ്. ഇത് മരിക്കുന്നതിന് കാരണങ്ങളൊക്കെ കാണും. ദൈവത്തിന്റെ പദ്ധതി പ്രകാരമാണ് മരണം നടക്കുന്നത്. ആയുസ് നീട്ടിക്കൊടുക്കുന്ന വ്യക്തികളുണ്ട്, ആയുസ് കുറച്ചു കിട്ടുന്ന വ്യക്തികളൊക്കെ ഉണ്ട്. എന്നാൽ ബേബിച്ചാൻ 65 വയസ്സ് വരെ ജീവിക്കുവാൻ ഭൂമിയിൽ തമ്പുരാൻ അതിനുള്ളതായ ആയുസ്സേ കൊടുത്തുള്ളൂ. അതിനേക്കാൾ എത്രയോ പ്രായമുള്ളവരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് കടന്നുപോയിട്ടുള്ള ഇതിനേക്കാൾ എത്രയോ വയസ്സിന് താഴെയുള്ളവരൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരു കാരണവശാലും ചിന്തിക്കേണ്ടത് ബേബിച്ചാന്റെ മരണത്തെക്കുറിച്ച് ഭയപ്പെടേണ്ട കാര്യമില്ല, നമുക്കും ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ഈ മരണം എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഈ ലോകത്തിൽ നിന്ന്, ഈ ഭൗമികമായ ലോകത്തിന്റെ അന്ത്യവും ക്രിസ്തുവുമായിട്ടുള്ള മേൽത്തരമായ ഒരു ജീവിതത്തിന്റെ ആരംഭമാണ്, ഒരു ജീവിതത്തിന്റെ തുടക്കമാണ്. അതുകൊണ്ടാണ് ഇതിനെ ഭയപ്പെടേണ്ട. ഇതൊരു വിശ്രമമാണ്. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് നിദ്രയിൽ പ്രാപിച്ചു നിൽക്കുക. അതുകൊണ്ട് വിശ്രമമാണ്. അതിനാണ് നമ്മൾ ഭയപ്പെടേണ്ട. ഇന്നലെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് അല്ലെങ്കിൽ മറ്റ് സ്വർഗലോകത്ത് എന്നാൽ അവിടെ എന്താ കാണിക്കുന്നത്? ഇന്ന് നാം ഒരു കാര്യം ചിന്തിക്കണം. നടക്കാൻ പോകുന്നത് ഇന്ന് ബേബിച്ചാൻ ഇവിടുന്ന് പുറപ്പെട്ടു എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ദൂതന്മാര് മുഖാന്തരം ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ പർദീസായിലെ അബ്രഹാം പിതാവിന്റെ മടിയിലേക്കുള്ള യാത്ര. അവിടെ നിന്നാണ് പിതാവാൻ ദൈവത്തിന്റെ അടുക്കലേക്ക് പോകുന്നത്. ആ വലിയ ഇമ്പങ്ങളുടെ പർദീസായിൽ ഇരുന്നു കൊണ്ട് കർത്താവുമായിട്ട് മുഖാമുഖം കണ്ട് എന്തോ ഒരു സന്തോഷത്തിന്റെ ജീവിതത്തിന്റെ തുടർച്ചയ്ക്കുള്ള പോക്ക. അതുകൊണ്ടാണ് നമ്മൾ മരണത്തെ ഒരു കാരണവശാലും ഭയപ്പെടരുത്. ഈ കഷ്ടത നിറഞ്ഞ ലോകത്തിൽ നിന്ന്, ഈ പ്രയാസം നിറഞ്ഞ ലോകത്തിൽ നിന്ന് നമ്മൾ പോകുന്നത് എന്റെ കർത്താവിന്റെ അരികിലേക്ക്. സന്തോഷത്തിന്റെ ദിവസങ്ങള്, മാസങ്ങളല്ല, നമുക്ക് നിത്യജീവന. ആ നിത്യജീവനെ അവകാശമാക്കണം. ഭൂമിയിലായിരിക്കുന്ന ഞാനും നിങ്ങളും നിത്യജീവനെ എങ്ങനെ നിലനിർത്താൻ കഴിയും? അവിടെയാണ് ചിന്തിക്കേണ്ടത്. ദൈവത്തിന്റെ പാദപീഠമാകുന്ന ഭൂമിയിൽ നമ്മളെ ആക്കി വെച്ചിട്ടുണ്ട് എങ്കിൽ നിത്യജീവൻ അവകാശിയായി രൂപാന്തരപ്പെടേണ്ട ചുമതല ഇവിടെ ഇരിക്കുന്ന എനിക്കും നിങ്ങൾക്കുമുണ്ട്. എങ്ങനെയാണ് നിത്യജീവനെ അവകാശമാക്കുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് നിലനിർത്തേണ്ടത്? ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് നിത്യജീവനാകുന്നു. ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും. നമ്മൾക്കൊരു ഉദ്ദേശമുണ്ട്. നമ്മൾ ദൈവത്തെ അല്ല അറിയുന്നത്, പിതാവാൻ ദൈവത്തെ അല്ല അറിയുന്ന. മനുഷ്യന്റെ ചിന്ത മുഴുവനും ഭൗമികമായ ലോകത്തെക്കുറിച്ച,
ആ ലോകത്തെക്കുറിച്ച് മുറുക്കെ പിടിക്കുന്ന വ്യക്തികൾക്ക് നിത്യജീവൻ നിലനിർത്തുവാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് നമ്മൾ ഉപേക്ഷിക്കേണ്ടതൊക്കെ ഉപേക്ഷിച്ചേ പറ്റൂ. മനുഷ്യൻ മുറുക്കെ പിടിച്ചിരിക്കുന്നത് ഉപേക്ഷിച്ചേ പറ്റൂ. അത് ഉപേക്ഷിക്കണം. അത് പൗലോസ്ലീഹ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എനിക്ക് ലാഭമായിരിക്കുന്നതൊക്കെ ഞാൻ എന്റെ ക്രിസ്തുവിന് വേണ്ടി ഛേദമായിട്ട് എണ്ണിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നഷ്ടമായിട്ട് എണ്ണിയിരിക്കുന്നു. അത് എണ്ണണം, കളയാൻ തയ്യാറാകണം. നിത്യജീവൻ നിലനിർത്തണമെങ്കിൽ കയ്യിൽ ഉറച്ചു പിടിച്ച് മുറുക്കെ പിടിച്ചിരിക്കുന്നത് ഉപേക്ഷിക്കണം. അത് ഉപേക്ഷിക്കാൻ തയ്യാറായില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ ഒക്കില്ല. അതുകൊണ്ടാണ് ധനവാനായിരിക്കുന്ന ആ നിക്കോദിമോസിനോട് കർത്താവ് പറഞ്ഞു, അമിൻ ഞാൻ നിന്നോട് പറയുക, നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കില്ല, കാണുകയില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. വിശ്വാസികളായിരിക്കുന്ന ജനസമൂഹമേ, നമ്മൾ ഓരോരുത്തരും ഇതിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. എന്താണ് ചിന്തിക്കേണ്ടത്? നിത്യജീവൻ അവകാശിയാക്കി തീരുവാനുള്ളത്. നമ്മൾ അതിനെക്കുറിച്ച് പുതിയതായ ഒരു ജീവിതം ആരംഭിക്കണം. നമുക്ക് നഷ്ടങ്ങളെ സഹിക്കേണ്ടി വരണം. ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിച്ചുകൊണ്ട് പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെട്ടുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കത്തക്കവണ്ണം ഒരുക്കത്തോടെ ഈ പാദപീഠം, ദൈവത്തിന്റെ പാദപീഠം വന്ന ഭൂമിയിൽ നാം ഒരുക്കത്തോടെ ഇരിക്കണം. അതിനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഈ ഭൗമ്യ ലോകത്തിൽ നിന്നൊക്കെ നമ്മൾ പോകും, ഇതൊക്കെ വിട്ടുപോകും. ഈ ദേശമല്ല നമ്മുടെ പൗരത്വം. നമുക്ക് സ്വർഗത്തിലാണ് നമ്മുടെ പൗരത്വം. നമ്മളിവിടെ പരദേശികളാണ്, നമ്മളിവിടെ അന്യരാണ്. ഇതൊക്കെ വിട്ടിട്ട് പോകുന്ന ദിവസം വരും. ആ ദിവസത്തിന് നമുക്ക് പൗരത്വം ലഭിക്കണമെങ്കിൽ സ്വർഗത്തിലാണ്. നാം ഒന്ന് ചിന്തിക്കണം, അവിടെ നിന്നാണ് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി ഇങ്ങോട്ട് വരുന്നത്. അത് നമ്മൾ മറക്കരുത്. അവിടെ നിന്നാണ് വരുന്നത് രക്ഷിതാവായി യേശു ക്രിസ്തു ഇങ്ങോട്ട് വരുന്നത്. ആ രക്ഷിതാവായി കർത്താവിടെ വരുമ്പോൾ എടുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലായി രൂപാന്തരപ്പെട്ട് നിൽക്കണം. നമ്മൾ ഒരുക്കത്തോടിരിക്കണം, വിശുദ്ധിയോടിരിക്കണം. അതിനായിട്ടാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഒരു വിശ്വാസിയുടെ കടമയാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ വ്യക്തമായിട്ട് പറഞ്ഞത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭവും. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭവും എന്ന് പറഞ്ഞാൽ അത്ര ആഴമേറിയ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പൗലോസ്ലീഹ വ്യക്തമായി ആഴമേറിയ വിശ്വാസത്തിൽ പറയുന്നു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് പൗലോസ്ലീഹ അങ്ങനെ പറയാൻ കാരണം? ആ പൗലോസ്ലീഹ ദൈവത്തിനു വേണ്ടി അല്ലെ ക്രിസ്തുവിന് വേണ്ടി ഇവിടെ പോരാടി. ആ പോരാട്ടത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. വീണ്ടും പ്രിയമുള്ളവരെ, പ്രായമുള്ളവരൊക്കെ അവിടെ ഇരുന്നാൽ മതിയാവും. ശുശ്രൂഷ ഇപ്പോൾ നിർവഹിക്കുകയാണ്. തുടർന്നുള്ള ശുശ്രൂഷയുടെ മറ്റ് വൈദികരൂടെ വന്നതിന് ശേഷം നിർവഹിക്കുന്നതാണ്. ഇപ്പോൾ ഒരു ശുശ്രൂഷ നടത്തുകയാണ്. ലോകത്തിൽ നിന്നോ മകന്നവരെ ദുരിതം തീണ്ട ലോകത്തിൽ ദൂതരുമോന്നി ചാക്കേണമേ രക്ഷകനാകും മശിഹായേ ആബ്രഹാമേൻ മടിയിലവ എന്നേക്കും
ശ്രമേൽക്കണമേ. പിതാവിനും പുത്രനും ശുദ്ധമടന്റെ റൂഹായിക്കും സ്തുതി. ആദിമുതൽക്ക് തന്നെ ആമേൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവൻ വരുവാനിക്കുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്ന ഉയരങ്ങളിൽ സ്തുതി. നീ പരിശുദ്ധനാവുന്നു. ബലവാനെ നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുശിക്കപ്പെട്ടവനെ അനുഗ്രഹം ചെയ്യണമേ. നീ പരിശുദ്ധനാവുന്നു. ബലവാനെ നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുശിക്കപ്പെട്ടവനെ അനുഗ്രഹം ചെയ്യണമേ. നീ പരിശുദ്ധനാവുന്നു. ബലവാനെ നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുശിക്കപ്പെട്ടവനെ അനുഗ്രഹം ചെയ്യണമേ. കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാരം സൂക്ഷ്യം കൈക്കൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. നിനക്ക് സ്തുതി. കർത്താവേ നിനക്ക് സ്തുതി. പാപികളാടിയാരോട് വിശരായാവേ നിനക്ക് സ്തുതി. ബാർക്കുമോ ഞങ്ങളുടെ പിതാവേ പരിശുദ്ധമാകപ്പെടണമേ. എന്റെ രാജ്യം വരയണമേ. തിരുവത്സർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള പോലെ ഞങ്ങൾക്ക് തരണമേ. ഇടക്കാരോട് ക്ഷമിച്ചതുപോലെ ഇടങ്ങളും പാവങ്ങളോ ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോട് നിസ്സൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. എന്റെ വലിയ ഫലമായ നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശ്രീതമ്പുരാന്റമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ അപേക്ഷയുള്ളണമേ. ആമേൻ. മരണമുള്ളവരെ പാപ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി ശരീരപ്രകാരം മരണം അനുഭവിച്ച ഉദ്ധവനും മരണമില്ലാത്തവനുമായ ദൈവമേ, നിന്റെ കരുണയുടെ പ്രത്യാശയിൽ നശ്വരമായി ലോകത്തിൽ നിന്ന് യാത്രയായിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരന് വേണ്ടി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നിന്റെ മകന് ആത്മീയമായ പൂർണ്ണ ശ്വാസം നൽകുകയും നിന്റെ രാജ്യത്തിലെ വിരുന്നിൽ തോഴന്മാരോടുകൂടെ നിന്റെ മകനെ ഇരുത്തുകയും ചെയ്യണമേ. ജീവനുള്ളവനും ജീവൻ നൽകുന്നവനുമായ പിതൃപുത്ര പരിശുദ്ധാത്മാവായ ഏകദൈവമേ, നീ ഉത്തമനും മനുഷ്യ സ്നേഹമുള്ളവനുമാകുന്നുവല്ലോ. നിനക്ക് എന്നേക്കും ബഹുമാനം യോഗ്യമാകുന്നു. وبكولاسمان للمين باركنا في سلاموريو هاليلويا قولهن كرمي لسمي قاديسو سبقلو من بولو هاليلويا മാസേ കുൽഗുൻ കീ ബായ് ബാറഗ്മോൻ സുബ്ഹാന ബോല ബറോവൽ റൂഹോ ഖദീസോ മിനാലം ബാദമുൽ സ്നാനേ നിന്നെ അണിഞ്ഞോരെ മുടിവിനു നാദാ വെടിയരുതേ. ഭക്ഷിച്ചോരെ ദഹനൻ ഭക്ഷിച്ചിടരുതേ. നിന്നെ വാഴ്ത്തിയ വദനങ്ങൾ വിലപിക്കരുതേ. വേദനയാൽ മൃതരെ സംരക്ഷിച്ച സുധാ കൃപയടിയാരിൽ ചെയ്യണമേ. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും ഒരു നാളും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാ നേരത്തേക്കും ഇടപെടാതെ കരേറ്റുവാൻ അടിയങ്ങളെ യോഗ്യരാക്കണമേ. മരിച്ചവരെ പുനരുദ്ധാനം ചെയ്യിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ജീവനുള്ളവരുടെയും മരിച്ചുപോയവരുടെയും ന്യായാധിപനും
സകല ആത്മാക്കളുടെയും ജഡങ്ങളുടെയും ദൈവവും മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും പാതാളത്തിലേക്ക് ഇറക്കുകയും അവിടെ നിന്ന് കയറ്റുകയും ചെയ്യുന്നവനും മനുഷ്യന്റെ ആയുഷ്കാലത്തിന് പരിമിതി നിർണയിക്കുകയും മരണം മുഖേന അതിനെ അഴിച്ച് മായ്ച്ചു കളയുകയും അക്ഷയവും അനശ്വരവുമായ ജീവിതത്തിനായി വിളിച്ച് എഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതിയും തന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്ത് ഉത്തമനായ തന്നെ നാം ഓർത്ത് മഹത്വപ്പെടുത്തണം. ബക്കുലഹുന്യവുമോ സ്വതഹായ ബലവാനായ ദൈവം തമ്പുരാനെ, മഹനീയമായ നിന്റെ പ്രത്യക്ഷതയുടെ അവസാന ദിവസത്തിൽ പരേതർ നാശരഹിതരായി ഉദ്ധാനം ചെയ്യുകയോ സകല പരേതരുടെയും അസ്ഥികൾ ശേഖരിക്കപ്പെടുകയോ സൂര്യ ചന്ദ്രന്മാർ ഇരുണ്ട പോകുകയോ നക്ഷത്രങ്ങൾ പ്രകാശരഹിതമായി തീരുകയോ ഭയങ്കര കാഹളങ്ങൾ ധ്വനിക്കുകയോ ശുശ്രൂഷകന്മാരായ മാലാകമാർ ഭയത്തോടെ നിൽക്കുകയോ ഭയങ്കരങ്ങളായ പുസ്തകങ്ങൾ തുറക്കപ്പെട്ട് സകലരുടെയും പ്രവൃത്തികൾ പരിശോധിക്കപ്പെടുകയോ ജ്ഞാനികൾ മൗനമായും സമർത്ഥന്മാർ വിസ്മയിച്ച് നിൽക്കുകയോ നീതിമാന്മാർ മണവറയിൽ സന്തോഷിക്കുകയോ ദുഷ്കർമ്മികൾ അഗ്നിക്ക് ഭക്ഷണമായി നൽകപ്പെടുകയോ പുണ്യവാന്മാർ പ്രകാശത്തിൽ ആനന്ദിക്കുകയോ ദുഷ്ടന്മാർ പുറത്തെ അന്ധകാരത്തിലേക്ക് അയക്കപ്പെടുകയോ വിശുദ്ധന്മാർ സന്തോഷിക്കുകയോ ശ്രേഷ്ഠന്മാർ ആഹ്ലാദിക്കുകയോ പാപികൾ ആഴമേറിയ കുഴിയിലേക്ക് വിധിക്കപ്പെടുകയോ വലതുഭാഗം ജയത്താൽ ശ്രേഷ്ഠതപ്പെടുകയോ ഇടതുഭാഗം നിത്യദണ്ഡനത്തിലേക്ക് തള്ളപ്പെടുകയോ ഇരുഭാഗങ്ങളും അവരവർ അർഹിക്കുന്നത് പ്രാപിക്കുകയോ അവയ്ക്ക് മാറ്റം സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്നതായ സമയത്ത് കർത്താവേ, നിന്റെ രൂപത്തിലും ഛായയിലും സൃഷ്ടിക്കപ്പെട്ടവനായ ഈ ദാസനിൽ നിനക്ക് അനുകമ്പ തോന്നണമേ. നിന്റെ വിശുദ്ധമായ കൈകളാൽ നിർമ്മിക്കപ്പെട്ട അലങ്കരിക്കപ്പെട്ടതായ ഈ വാത്സല്യ സൃഷ്ടിയിൽ നിനക്ക് സഹതാപം തോന്നണമേ. നിന്നെ സ്തുതിക്കുവാനായി നിർമ്മിക്കപ്പെട്ട ഈ 10 കമ്പിയുള്ള കിന്നരത്തെക്കുറിച്ച് നിനക്ക് അനുകമ്പ തോന്നണമേ. മരണം നശിപ്പിക്കുകയോ ചിതിലിനും പുഴുവനും കൂടുകളായി തീരുകയും ചെയ്യുന്ന ഈ മാനുഷിക ജനങ്ങളെക്കുറിച്ചും കോട്ടകളെക്കുറിച്ചും നിനക്ക് അനുകമ്പ തോന്നണമേ. പൂഴിയായി തീരുന്ന സുന്ദരാഗമായ ആകാരത്തെക്കുറിച്ച് നിനക്ക് കനിവുണ്ടാകണമേ. മാമോദീസയുടെ റോഷമയാൽ മുദ്രയിട്ടപ്പെട്ടവനും ജീവനുള്ള നിന്റെ ശരീരരക്തങ്ങൾ അനുഭവിച്ചിട്ടുള്ളവനും നിന്നിലുള്ള വിശ്വാസത്തിൽ തന്റെ ജീവിതം അവസാനിപ്പിച്ച നിന്റെ അടുക്കിലേക്ക് യാത്രയായിരിക്കുന്നവനുമായ ഈ ദാസനിൽ കനിവ തോന്നണമേ. പ്രീതിയോടെ ഈ ദാസന്റെ ആത്മാവിനെ കൈക്കൊള്ളുകയോ ദുഷ്ടാത്മാക്കളുടെ സ്ഥാനത്തിൽ നിന്ന് ഈ നിന്റെ ദാസനെ കാത്ത് നിന്റെ മാലാകമാരാകുന്ന സേനകളുടെ സഹായത്താൽ സംരക്ഷിച്ചുകൊള്ളുകയും ചെയ്യണമേ. കർത്താവേ, നിന്റെ രാജ്യത്തിന്റെ മഹാത്മ്യത്തെ തിരിച്ചറിയാത്തവരോടുകൂടെ നരക ശിക്ഷയ്ക്കായി ഈ ദാസനെ വിധിക്കരുതേ. നിന്റെ മനുഷ്യാവതാരത്തെ ദുഷിച്ചവരോടുകൂടെ നിന്നോട് ഒരുമിച്ചുള്ള ആനന്ദത്തിൽ നിന്ന് ഈ ദാസനെ തള്ളിക്കളയരുതേ. മനുഷ്യപ്രീതിയാൽ ഈ ദാസനിൽ ദയ തോന്നി നിന്റെ മഹാകരുണയാൽ ഇവനെ ദർശിക്കുമാറാകണമേ. നിന്റെ തിരുനിവാസ സ്ഥലത്ത് ഈ ദാസനെ എത്തിക്കണമേ. നിന്റെ വിശുദ്ധന്മാർക്കുള്ള ഓഹരിയിൽ ഈ ദാസനെയും ഉൾപ്പെടുത്തണമേ. നിന്റെ പ്രകാശ മണവറയിൽ ഈ ദാസനെയും ക്രമീകരിക്കണമേ. ജീവകരമായ പുനരുദ്ധാനത്തിനും നിന്റെ വലതുഭാഗത്തുള്ള ശ്രേഷ്ഠമായ നിലയ്ക്കും ഈ ദാസനെ അർഹനാക്കണമേ. ഇവന്റെ കടങ്ങളുടെ മോചനത്താൽ ഇവൻ ആനന്ദിക്കുകയോ പിഴകളുടെ ക്ഷമയാൽ സന്തോഷിക്കുകയും ചെയ്യണമേ. മഹനീയമായ നിന്റെ തേജസ്സാൽ ഇവനെ ആനന്ദിപ്പിക്കണമേ. നിന്റെ വലതുഭാഗത്തുള്ള തെരഞ്ഞെടുക്കപ്പെട്ടവരോടുകൂടെ മഹത്വത്തിൽ ഈ ദാസനെയും ശോഭിപ്പിക്കണമേ. കർത്താവേ, ക്ഷണികവും അപകടപൂർണമായ ഈ ജീവിതത്തിൽ അവശേഷിക്കുന്ന പാപികളും നിന്റെ ദാസരുമായ ഞങ്ങളെ കരുണാപൂർണമായ നിര്യാണത്തിനും
നിന്റെ ഭവനക്കാർക്കും വാത്സല്യന്മാർക്കും ഉചിതവും നിനക്ക് പ്രീതികരവുമായ നല്ല അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. ഞങ്ങളിൽ ഒരുവനെ പോലും നിന്റെ രാജ്യത്തിൽ നിന്നും അന്യനും വേർതിരിക്കപ്പെട്ടവനുമാക്കി തീർക്കരുത്. സ്നേഹപൂർവ്വം നീ വന്ന് ഞങ്ങളെ രക്ഷിച്ചതുപോലെ വീണ്ടും തിരികെ വന്ന് നിനക്ക് യോഗ്യമായ നിലയിൽ ഞങ്ങളെ മുറുക്കിക്കൊള്ളണമേ. രക്ഷയും വീണ്ടെടുപ്പും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഉള്ളതാകുന്നു. ഹോശോബുലസ്ബാലോൽമീൻ മെന്നാലോഹോനകാബേൽ ഹൂസോയിദ ഹൗബേൽ സുബക്കോനദാദഹൈൻ പത്രൈഹോൻ ഒൽമെലവോലം വൽമീൻ. ജീവനെ മൃതിയാർന്നോരെ ഉദ്ധാനം ചെയ്പ്പോനെ ക്ഷണവും സ്തോത്രവും മറ്റോര മൃതികതരെ ജീവിപ്പിക്ക ലസറിനെ കല്ലറയുന്ന ആഹ്വാനം ചെയ്തൊരു നാഥ വിശ്വാസത്തോട് മൃതി പൂണ്ടോ ഉദ്ധാനം നൽകിയിടേണമേ. മഹാകാരുണ്യവാനായ ദൈവമായ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മരണനിധിൽ പ്രാപിച്ചിരിക്കുന്ന ഈ സഹോദരന്റെ ആത്മാവിന് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ നിന്റെ ദുരുമ്പാ കഴിക്കുന്നതായി പ്രാർത്ഥന കൈക്കൊണ്ട് പാപപരിഹാരത്തിനും മോചനത്തിനും ദിവസങ്ങളും മുഖപ്രസന്നതയ്ക്കും നിന്റെ മകനെ അർഹനാക്കണമേ. മോറൻ വാലോഹാൽമേ. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിനു തുല്യം നരനുടെ നാളുകളഹോ ഹല്ലേലൂയ. പൂക്കുന്നിത് വയലിൽ പൂച്ചെടി പോലെ ബാറക്കുമോ ബഹുലബോലം പറോവൽ റോഹോ കാദീശ മനോലം വാദാമൽ ഓലം വൽ മീനാമേ. ചരണാലെ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസന നിൻ ജീവാശ്രമതുണർത്തണമേ. കബറിനുദ്യാനത്തിനായി സൗമൻ കാലസ്കുറിയലായി സോ രക്ഷകനെ നിൻ ഗാത്രത്തെ ഭക്ഷിച്ചു വിലയേറും രക്തകാസ പാനം ചെയ്തു ദ്രായോരെ നാശം നീക്കി ജീവിപ്പി ചണിയണം നിന്നെ നോക്കും നാവരിൽ കാന്തി പാർഗുമോ ബഹുലബോലബറുവൽ റൂഹു കാദീശോ ജീവിപ്പിപ്പാനെഴും നല്ലോ രാജാ മുകിലഴകെ മേലാഘോഷിതനായിടുന്നു നയവാൻമാർ താൻ മോൻകോമ്പൻ നാദം കേട്ടങ്ങിയണിഞ്ഞെതിരേൽപ്പാനായി പോയിടുന്നു. മുറിയോറാഹേ മേലേനോ ബാധാറെ അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുകൂലമാക്കണമേ. കർത്താവിന്റെ ആശ്രയെ കുറിച്ച് മരിച്ച് നിന്റെ വലുതായ നോക്കി പാർക്കുന്ന മരിച്ചു പോലെ മണ്ണുമാക്കണമേ. അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെ മടിയിലെ പാർപ്പിക്കണമേ. ഒന്നിനും പരിപാലിക്കാൻ ശരിയായി നിന്നെ വിളിച്ചു പറയുമാറാണമേ. ആമേൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇപ്പോൾ വൈദികരായി ഞങ്ങൾ വിശിഷ്ടാതിഥികൾ വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അവർക്ക് വേണ്ടിയിട്ട് അവസരം ഒരുക്കുകയാണ്. രാജ്യസഭ ഉപാധ്യക്ഷൻ ബഹുമാന്യനായ പ്രൊഫസർ PJ കുര്യൻ അവർ മൃതശരീരം ദർശിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട PJ കുര്യൻ സാറ് പ്രസംഗിക്കുന്നു. വന്യരായ വൈദികരെ, സഹോദരി സഹോദരങ്ങളെ, ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളെ, ഈ ബീരത്തിന്റെ നിര്യാണത്തിന് അനുശോചനം രേഖപ്പെടുത്തുവാനും
ബേബിച്ചന്റെ കുടുംബത്തില് ഉണ്ടായ ഈ അദ്ദേഹത്തിന്റെ നിര്യാണത്തിലെ അനുശോചനം രേഖപ്പെടുത്തുവാനും കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുവാനുമാണ് നാം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ബേബിച്ചനൊരു പൊതുപ്രവർത്തനത്തിലൊക്കെ സജീവമായി ഇടപെട്ട ആളാണ്. എനിക്ക് അറിയാം, തെരഞ്ഞെടുപ്പ് കാലങ്ങളിലൊക്കെ കേരള കോൺഗ്രസിന്റെ ഔദ്യോഗിക ഭാരവാഹി എന്ന നിലയിലും മറിച്ചും വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. പഞ്ചായത്തില് അതുപോലെ മറ്റെല്ലാ കാര്യങ്ങളും ഇടപെട്ട് പ്രവർത്തിച്ച് വളരെ സജീവമായി ജനങ്ങൾക്കൊക്കെ സമ്പന്നനായി ജീവിച്ച ഒരു വ്യക്തിയാണ്. ഇപ്പോൾ കുറച്ചു കാലമായി സുഖമില്ലാതെ കിടന്നു. ദൈവം അദ്ദേഹത്തെ ദൈവസന്നിധിയിലേക്ക് വിളിച്ചിരിക്കുകയാണ്. യാതൊരു സംശയമില്ല, അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് പോയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഈ ലോകത്തിലെ ജീവിതത്തിന്റെ അന്ത്യമാണ് എന്ന് നമുക്ക് പറയാമെങ്കിലും ഒരു വ്യക്തി എന്ന നിലയിൽ ജീവന്റെ അന്ത്യമല്ല മരണമെന്ന് പറയുന്നത്. മരിച്ചാലും ജീവിക്കും, ദൈവസന്നിധിയിൽ അദ്ദേഹം ജീവിക്കുന്നു എന്നുള്ള വലിയ പ്രത്യാശ ഈ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയും കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുകയും അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുകയും ചെയ്യുന്നു. ശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരത ഇമരി ചോർക്കരുണമേ നല്ലോർമ്മ നിന്റെ മകമുറിയേക്കും നിൽക്കണമ കർത്താവിന്റെ വലിയനാമത്തിൽ മാത്രം ഞാൻ അല്പസമയമേ പറയുള്ളൂ. ഇതിലെ ഞാനും ഇവിടെ പ്രസംഗിച്ച് ഒച്ചയില്ലാതിരിക്കുക. എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രാർത്ഥന കുടുംബത്തിലെ ഒരു മകനാണ് ദേവി. കാലത്തും വൈറ്റും പ്രാർത്ഥിക്കുന്ന, നോയമ്പ് നോക്കുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് ദേവി. അവന് ലോകത്തിലെ ദൈവത്തെ ആയുസ് കൊടുത്തുള്ളൂ. ലോകത്ത് കടന്നുപോയി. ഒരു കാര്യം ഞാൻ ഓർക്കുന്നു, മനുഷ്യന് പ്രയോജനമുള്ളവനായിരുന്നു. പഞ്ചായത്തിലിരുന്നപ്പോൾ പലർക്കും കക്കൂസും ഒക്കെ അനുവദിച്ച് എന്റെ വീട്ടിലൊരു കുട പിള്ളേർ ചോദിച്ചുകൊണ്ട് മുട്ടുകൊണ്ടു. അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് അവന് മുന്നവൻ നിൽക്കുകയായിരുന്നു. അവന് ലോകത്തിൽ മാറ്റപ്പെട്ടത് സന്തോഷവാനായിട്ടാണ് പോയത്. എല്ലാ പ്രാർത്ഥനയും കഴിച്ച് രോഗിയായതുകൊണ്ട് അവനെ പ്രാർത്ഥിച്ച് ഞാനില്ല എന്ന് ഞായറാഴ്ച പോകുമ്പോൾ ഇവിടെ വർത്തമാനം പഠിത്തം കേട്ടു. തിരിച്ചു വരുമ്പോഴത്തേന് അച്ഛൻ തൈലാഭിഷേകം നടത്തുന്നു. അപ്പോൾ ഞാനിത് കയറി വന്നപ്പോൾ അത്രയും സമയം അവന് വിമ്മിട്ടം ഉണ്ടായുള്ളൂ. ആ രാത്രി കൊണ്ട് അവന് വിമ്മിട്ടം ഉണ്ടായി എളുപ്പമായാലും മരിച്ചുപോയി. സുഖകരമായ അന്ത്യമാണ് ലഭിച്ചത്. നമ്മൾ ഓർക്കണം, ഓരോരുത്തരും കഷ്ടപ്പെടുന്നു. അത്രയൊന്നും രോഗമുണ്ടായിരുന്നു സത്യം, എങ്കിലും അവിടെ നിന്നൊക്കെയും ദൈവനെ കാറ്റ് കൈത്താങ്ങൽ കൊടുത്തു. ഞാൻ എന്റെ പ്രസംഗത്തിൽ നീട്ടുന്നില്ല. എനിക്കൊരു കാര്യം പറയാനുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുശരീരങ്ങൾ അനുഭവിക്കാം ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോവുകയില്ല. അത് ഇതെന്റെ ശരീരം, ഇതെന്റെ രക്തം, എന്നെ തിന്നുന്ന എന്മൂലം ജീവിക്കും. ആ വ്യക്തി സ്വർഗരാജ്യത്തിന്റെ അംഗമാണ്. നമുക്കിനി അവിടെ ചെന്നിങ്ങനെ കാണാം എന്ന് ഞാൻ ആഗ്രഹിക്കാം. ദൈവമക്കളെ, എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെ കാര്യങ്ങളും ഞാൻ ആദ്യത്തെ ഓർപ്പിച്ച പോലെ പ്രാർത്ഥനയുള്ള കുടുംബത്തിലെ വ്യക്തിയാണ്. എനിക്ക് നല്ലോണമൊക്കെ അറിയാം. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ ദേവയുടെ അപ്പനെ
ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചിട്ട് ആഹാരം കഴിക്കും. ഞാൻ എന്റെ കണ്ണോട്ടി എന്നാ അല്ല കഴിക്കും. അങ്ങനെ ഒരു കുടുംബത്തിലെ വ്യക്തിയാണ്. ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല. പ്രാർത്ഥിക്കുന്നവനാണ്. ദൈവമക്കളെ, എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു അന്ത്യം പ്രാപിക്കുവാൻ നമുക്കിടയാകണം. കുഞ്ഞുങ്ങളൊക്കെയും സങ്കടമുണ്ടെങ്കിൽ തന്നെയും ഒക്കെ സങ്കടമുണ്ട്. എങ്കിലും അവിടെ ചെന്ന് കാണുക, നഷ്ടപ്പെട്ടിട്ടില്ല. ഇതാണ് എന്റെ വിശ്വാസം. ഇവിടെ ഒന്ന് പോയെങ്കിലും ഇത്രയിലേക്ക് ജനിച്ചു. ഓർക്കണം, ഒരു മനുഷ്യൻ അമ്മയുടെ വയറ്റിൽ ഉരുവായാൽ ആ 9 മാസക്കാലം അവിടെ വസിക്കുന്നു. അത് കഴിഞ്ഞ് ഇവിടേക്ക് ജനിക്കുന്നു. ഇവിടെ വന്നപ്പോൾ അതിനെക്കാട്ടി കുറച്ചുകൂടി നല്ല പ്രകൃതിയാണ്. നല്ല വെളിച്ചം വെട്ടമൊക്കെ ഉണ്ട്. ഇത് നല്ലതെന്ന് വിചാരിച്ചു. പക്ഷെ അത് കഴിഞ്ഞ് ഇവിടുന്ന് മാറ്റപ്പെട്ടു സ്വർഗ്ഗരാജ്യത്തേക്ക് ജനിച്ചു. അവിടേക്ക് ജനിക്കുക അത് നിത്യമാണ്. അവിടേക്ക് ജനിക്കുന്നതാണ് നിത്യമായ ജന്മം. ആ സ്വർഗ്ഗരാജ്യത്തേക്ക് ജനിച്ച മകനെ കുറിച്ച് നമുക്ക് ആർക്കും ദുഃഖിക്കേണ്ട കാര്യമില്ല. പൗലോസ് മറ്റുള്ളവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുത്. അതുകൊണ്ട് ഈ ദാസൻ, ദൈവദാസൻ, ദൈവരാജ്യത്തിൽ ആ പ്രതീക്ഷയിൽ ഇപ്പോൾ സന്തോഷിക്കുകയാണ്. മൃതശരീരം മാത്രമേ ഇവിടെ ഉള്ളൂ. പ്രതീക്ഷയിൽ സന്തോഷിക്കുന്നുവെന്ന് ഓർപ്പിക്കുക. ദൈവമായ കർത്താവ് അവന്റെ ആത്മാവിന് നിത്യശാന്തി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ദൈവമക്കളെ, പാട്ട് പാടിക്കൊണ്ടിരിക്കുക. ഞാനെങ്കിലും ഇവിടെ ഒന്ന് പ്രസംഗിക്കണം. അവസരം പൂട്ടി ഇപ്പോൾ പ്രസംഗിക്കുന്നതായിരിക്കും. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം കഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന് ദാനമായ ഒരു ഘട്ടം ഞങ്ങൾക്ക് സ്വർഗത്തുണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നുവെങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരുവാനല്ല മർത്യമാതെ ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന്റെ മീതെ ഉടുപ്പാൻ ചെയ്യാൻ ഞങ്ങൾ ഈ കൂടാതിരിക്കുന്നിടത്തോളം ഭാരപ്പെടുന്നിറങ്ങുന്നു. അതിനാൽ ഞങ്ങളെ ഒരുക്കത ആത്മാവിനെ അക്ഷരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോടകുന്ന പരദേശികളായിരിക്കുന്നുവെന്ന് അറിയുന്നു. കാഴ്ചയാലല്ല വിശ്വാസത്താലത്ര ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാൽ ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിലിരിക്കുന്നത് ചെയ്ത് നല്ലതാകലും തീയതാകലും അനതക്കളം പ്രാപിക്കേണ്ടതന്നെ. നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനം മുൻപാകെ വെളിപ്പെട്ടതാകുന്നു. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. പാറിക്കുമോ? ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാമൊക്കെയും ഒരു വിലാപഭവനത്തിൽ കടന്നു വന്നിരിക്കുകയാണല്ലോ. വിലാപം ഏതു പ്രായത്തിലുള്ളവരായാലും നമ്മുടെ പ്രിയപ്പെട്ട നമ്മൾ മാറ്റപ്പെടുമ്പോൾ നമുക്കൊക്കെയും ദുഃഖം ഉളവാക്കുന്ന ഒരു സംഗതിയാണ്. നമ്മളിങ്ങനെ പാടുന്നു: കർത്താവേ, നിന്റെ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചോ കരുളണമേ. നല്ലോർമ്മ നിന്റെ മഹത്വമുദിക്കും നാൾ നിൽക്കണമവർ വലഭത്തിൽ. യോഹന്നാന്റെ സുവിശേഷം 5:23-24 വാക്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: ആമീൻ, ആമീൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ വചനം കേൾക്കണം. അപ്പോൾ വചനം കേട്ട് പിതാവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും നിത്യജീവൻ ഉറപ്പുണ്ട്. മാത്രമല്ല, അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ദൈവമക്കളെ, അപ്പോൾ വചനം കേൾക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. വചനം കേട്ടെങ്കിൽ മാത്രമേ രൂപാന്തരം പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. വചനം എന്നാൽ എന്താ? ആദിയിൽ വചനമുണ്ടായിരുന്നു,
വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ വചനം കേട്ടെങ്കിൽ മാത്രമേ മനുഷ്യൻ രൂപാന്തരം പ്രാപിക്കുവാൻ കഴിയുള്ളൂ. വചനത്തിന് വലിയ ശക്തിയുണ്ട്. അത് ജീവനുള്ളതാണ്, അത് ചൈതന്യമുള്ളതാണ്. അത് തേനേക്കാളും തേൻകേട്ടും മാധുര്യമേറിയ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം. ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതായ ദൈവത്തിന്റെ തിരുവചനം കേൾക്കുമ്പോൾ മാത്രമേ രൂപാന്തരം പ്രാപിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. അപ്പോ ആമീൻ ആമീൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. വചനം ഉറപ്പായി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ വചനം കേൾക്കണം, പിതാവാം ദൈവത്തിൽ നാം വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുന്ന നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 6:51-56 വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. കർത്താവ് പറഞ്ഞു, ആമീൻ ആമീൻ, ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയിരുന്നാൽ നിങ്ങൾക്ക് ജീവനില്ല. അപ്പൊ കർത്താവിന്റെ തിരുശരീര രക്തം ഭക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നിത്യജീവൻ പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. ദൈവമക്കളെ, അപ്പോൾ കർത്താവിന്റെ തിരുശരീരം ഭക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് നിത്യജീവനുണ്ട്. അവസാന നാൾ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എന്റെ ശരീരം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയമാകുന്നു. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. അപ്പോൾ ദൈവമക്കളെ, ഒരു സത്യവിശ്വാസി കുർബാന അനുഭവത്തിലായി തീരുമ്പോൾ അവന് നിത്യജീവൻ ഉറപ്പാണ്. എന്നാൽ കുർബാനയുടെ അനുഭവം എങ്ങനെയായിരിക്കണം? തിരുവചനത്തിൽ പറയുന്നു, ലംഘനം മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ദൈവമക്കളെ, നമ്മളെ ലംഘനങ്ങളും നമ്മുടെ പാപങ്ങളും ഓർത്ത് നാം പശ്ചാത്തപിച്ച് കണ്ണുനീരൊഴുക്കി ഒരു സത്യകുംഭസാരം നടത്തിയിട്ട് വേണം കുർബാന അനുഭവിക്കുവാൻ. ദൈവമക്കളെ, അതുകൊണ്ട് കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ വിശ്വാസത്തോടുകൂടി ഭക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് മരണമില്ല. ദൈവമക്കളെ, അവൻ നിത്യജീവന്റെ ജീവിതത്തിൽ കർത്താവിന്റെ തിരുശരീരം വിശ്വാസത്തോടുകൂടി ഭക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നിത്യജീവൻ പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. ദൈവമക്കളെ, അതുകൊണ്ട് അതെങ്ങനെ ഭക്ഷിക്കണം? അവനവൻ ശരിയായ രീതിയിൽ വിവേചിച്ചതിന് ശേഷം മാത്രമേ ഈ കുർബാന അനുഭവിക്കാവൂ. ശരിയായി വിവേചിക്കാതെ ഈ കുർബാന അനുഭവിച്ചാൽ ചിലർ രോഗികളായി മാറുന്നു, ചിലർ മരിക്കുന്നു. ദൈവമക്കളെ, മരണമെന്ന് പറയുമ്പോൾ ആത്മീയ മരണം സംഭവിക്കുന്നു. ഈ ഭൗതികമായ ജീവനുണ്ട്, എന്നാൽ ആത്മീയ മരണം സംഭവിക്കുന്നു. അപ്പൊ സത്യസംപ്രസാരം നടത്തുമ്പോൾ ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് ഇവിടെ ആയിത്തീരണം. നമ്മൾ കുംഭസാരം നടത്തുന്നുണ്ട്, ഏറ്റുപറയുന്നുണ്ട്, എന്നാൽ എന്നേക്കുമായി ഉപേക്ഷിക്കുന്നുണ്ടോ? അത് ശാന്തമാൻ നാം ചിന്തിക്കണം. ദൈവമക്കളെ, പട്ടക്കാരന്റെ മുൻപിൽ നാം സത്യകുംഭസാരം നടത്തുമ്പോൾ അവര് ചോദിക്കും, കഴിഞ്ഞ കുംഭസാരത്തിന് ശേഷം ഏറ്റുപറയേണ്ടതായ പാപങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റുപറയാൻ പറയും. ദൈവമക്കൾ ഏറ്റുപറയുമ്പോൾ പട്ടക്കാരൻ പറയും, ഇതുവരെയുള്ള പാപങ്ങൾ ദൈവം ക്ഷമിച്ചു തരും. കാരണം അവർക്ക് പൗരോഹിത്യ അധികാരം കൊടുത്തു. നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കുന്നുവെന്നും ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവ നിർത്തപ്പെട്ടിരിക്കുന്നുവെന്ന് അവർക്ക് പൗരോഹിത്യ അധികാരം കൊടുത്തു. ആ അധികാരം വെച്ചാണ് ഇതുവരെയുള്ള പാപം ദൈവം ക്ഷമിക്കുന്നു പറയുന്നു. ദൈവമക്കളെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു സത്യകുംഭസാരം നടത്തി ഒരു വിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോൾ നാം നിത്യജീവന്റെ അവകാശിയായി തീരുവാൻ ഇടയായിത്തീരും. ദൈവങ്ങളെ, നാമൊക്കെയും ഇപ്പോൾ ഈ ബേബിയുടെ ഭൗതിക ശരീരം ഇവിടെ കിടക്കുക. ദൈവമക്കളെ, നാം ഇവിടെ കൂടിയിരിക്കുമ്പോൾ ജീവനുള്ളവരോടാണ് ഈ സത്യവചനം അറിയിക്കുന്നത്. എബ്രായർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായത്തില് ദൈവമക്കളെ നാം ഓർത്തിരിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. എന്തുവാ? ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും മനുഷ്യനെ നിയമിച്ചിരിക്കുന്നു. അതൊരിക്കലും മാറ്റപ്പെടുവാൻ കഴിയില്ല, അലംഘനീയമായ ഒരു നിയമം. ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധി മനുഷ്യൻ നിയമിച്ചിരിക്കുന്നു.
ഒരു നരകമുണ്ട്, ഒരു സ്വർഗമുണ്ട്. ഈ 4 കാര്യം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഓർത്തിരിക്കണം. അപ്പോൾ ജനിച്ചാൽ ഒരിക്കൽ ഞാൻ മരിക്കും. അപ്പൊ മരണം എപ്പോഴാണ് നമുക്ക് ഒരിക്കലും ആർക്കും അറിഞ്ഞുകൂടാ. അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ദൈവമക്കളെ, നമ്മൾ പാടുമല്ലോ, മരണമേ നിനയാ നേരമേ അത് നിന്നെ സന്ധിക്കുമേ. അപ്പോൾ നനച്ചിരിക്കാത്ത നാഴികയിൽ നാം ഇവിടുന്ന് മാറ്റപ്പെട്ടാൽ നമ്മുടെ നിത്യത എവിടായിരിക്കും ദൈവമക്കളെ? അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന നാം ഓരോരുത്തരും ഈ 4 കാര്യം എപ്പോഴും ഓർത്തിരിക്കണം. ഒരിക്കൽ മരിക്കും. എപ്പോഴാ മരിക്കുന്നത്, എവിടെ വെച്ചാ മരിക്കുന്നത്, എങ്ങനെയാ മരിക്കുന്നത് ആർക്കും അറിഞ്ഞൂടാ. എന്നാൽ മരണമെന്നുള്ള യാഥാർത്ഥ്യം അത് സുനിശ്ചിതമാണ്. പിന്നൊരു ന്യായവിധിയുണ്ട്. ഒരു ന്യായവിധിയുണ്ട്, ഒരു സ്വർഗമുണ്ട്, ഒരു നരകമുണ്ട്. എപ്പോഴും നാം ഓർത്തിരിക്കണം. മഹാനായ ഫിലിപ്പ് രാജാവ് അദ്ദേഹത്തിന്റെ രാജകൊട്ടാരത്തിൽ ഒരു പരിചാരകനെ നിർത്തിയിരിക്കാം. രാജാവ് പള്ളി ഉറക്കമുണരുമ്പോൾ എല്ലാ പ്രഭാതത്തിലും ഈ ദാസൻ വിളിച്ചു പറയും, അല്ലയോ മഹാരാജാവേ, അങ്ങൊരു നാൾ മരിക്കും. കാരണം ഈ മരണത്തെ ഓർമ്മപ്പെടുത്തുക, അങ്ങൊരു നാൾ മരിക്കും. ദൈവമക്കളെ, ആ മരണം എന്നുള്ള യാഥാർത്ഥ്യം നാം എപ്പോഴും ബോധ്യത്തോടുകൂടി അത് മനസ്സിലാക്കുവാൻ എനിക്ക് ഇടയായിത്തീരണം. ബോധ്യപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരേണ്ടതായ കാര്യങ്ങൾ മാറ്റിക്കൊണ്ട് നാം സ്വീകരിക്കേണ്ടതായ കാര്യങ്ങൾ സ്വീകരിക്കണം. ദൈവമക്കളെ, രണ്ടും നിത്യമാണ്. മരണം എന്നുള്ള യാഥാർത്ഥ്യം നിത്യമാണ്, ന്യായവിധി നിത്യമാണ്, സ്വർഗം നിത്യമാണ്, നരകം നിത്യമാണ്. നാം എവിടെ പോകണം? ജീവിച്ചിരിക്കുന്നവരായ, ഈ വചനം കേൾക്കുന്നവരായ ജീവിച്ചിരിക്കുന്ന ഞാനും നിങ്ങളും തീരുമാനമെടുക്കണം. എവിടെ പോകണം? രണ്ടും നിത്യമാണ്. അപ്പൊ നിത്യജീവങ്കിലേക്കുള്ള വഴി ഇടുക്കവും ഞെരുക്കവുമാ. എന്ന് പറഞ്ഞാൽ വഴിയുടെ ഇടുക്കവും ഞെരുക്കമല്ല. എനിക്ക് ലഭിക്കാനിരിക്കുന്ന നിത്യതയെക്കുറിച്ച് ഓർക്കുമ്പോൾ ജീവിതത്തിൽ ചില കഷ്ടതകളും ചില പ്രയാസങ്ങളും ചില നിന്ദകളും ദുഷികളുമൊക്കെ ഏൽക്കേണ്ടി വരും. ദൈവമക്കളെ, മറ്റുള്ളവർ പറയുന്നത് പോലെ എനിക്ക് മറുപടി ചെയ്യാൻ കഴിയുകയില്ല. ഞാനൊരു ദൈവപൈതലാ. എനിക്ക് ലഭിക്കാൻ നിത്യതയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇതൊക്കെ നാം സഹിക്കുക. ദൈവമക്കളെ, അങ്ങനെ സഹിച്ചാൽ അവർക്ക് നിത്യജീവൻ ഉറപ്പാണ്. എന്നാൽ നാശത്തിലേക്കുള്ള വഴി വിശാലമാണ്. അതിലെ യാത്രക്കാർ ഇഷ്ടം പോലുണ്ട്. എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോൾ ഈ ജഡത്തിൽ ഞാൻ നിങ്ങൾ വസിക്കുമ്പോൾ ജഡത്തിന്റെ ഇഷ്ടമനുസരിച്ച് ഇഷ്ടം പോലെ ജീവിക്കുകയും ഇഷ്ടം പോലെ പ്രവർത്തിക്കുകയും ചെയ്താൽ അതിന്റെ അന്ത്യം നിത്യമായ നരകമായിരിക്കും. യാതൊരു സംശയമില്ല. ദൈവമക്കളെ, 2 വഴികളും നമ്മുടെ മുൻപിലുണ്ട്. ഏത് തിരഞ്ഞെടുക്കും? ആ തിരഞ്ഞെടുപ്പ് എന്റെയും നിങ്ങളുടേതുമാണ്. രണ്ടും നമ്മുടെ മുൻപിലുണ്ട്. ഏത് തിരഞ്ഞെടുക്കും? സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നിരിക്കാം. നന്മയും തിന്മയും നമ്മുടെ മുൻപിലുണ്ട്. മറ്റ് ജീവജാലങ്ങൾക്കൊന്നും ഇല്ലാത്തതായ വിവേകബുദ്ധി മനുഷ്യന് ദൈവം കൊടുത്തിട്ടുണ്ട്. നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള വിവേകബുദ്ധി മനുഷ്യന് ദൈവം കൊടുത്തിട്ടുണ്ട്. ദൈവമക്കളെ, നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ദൈവമക്കളെ, നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കുകയും കർത്താവിന്റെ തിരുശരീരങ്ങൾ ഭക്ഷിക്കുകയും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നുണ്ട് ജീവിക്കുവാനും എനിക്ക് നിങ്ങൾക്കും ഇടയായിത്തീരണം. അപ്പൊ ന്യായവിധിയുണ്ട്. ന്യായവിധി നടത്തുന്ന ആരാ? പുത്രനാണ് ന്യായവിധി നടത്തുന്നത്. പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി മുഴുവൻ പുത്രന് കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ട്? പിതാവിനെ എല്ലാവരും ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി മുഴുവൻ പുത്രൻ തമ്പുരാനെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ന്യായവിധിയുണ്ട്. അത് പ്രവർത്തി വെച്ചാൽ ദൈവം ന്യായം വിധിക്കുന്നു. പ്രവർത്തി വെച്ച ദൈവം ന്യായം വിധിക്കും. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് സകലരും അവന്റെ ന്യായാസനം മുൻപാകെ വെളിപ്പെടേണ്ടതായ ഒരു ദിവസം നമ്മുടെ മുൻപിലുണ്ട്. അപ്പോൾ പ്രവർത്തി വെച്ചാണ് ദൈവം ന്യായം വിധിക്കുന്നു. ദൈവമക്കളെ, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത്
നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് സകലരും അവന്റെ ന്യായാസനം മുൻപാകെ വെളിപ്പെടേണ്ടതായ ഒരു ദിവസമുണ്ട്. ആ ദിവസം എന്നാണ് കർത്താവിന്റെ രണ്ടാമത്തെ വരവാണ്. ദൈവമക്കളെ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനത്തിന് ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളങ്ങളോട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. എല്ലാവരും ഇല്ല കേട്ടോ, ശരിയായി ശ്രദ്ധിച്ച് കേട്ടോണം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. വചനത്തിനനുസരിച്ച് ദൈവബദ്ധരായി വിശ്വാസത്തോടുകൂടി ഈ ലോകത്തിൽ മാറ്റപ്പെടുന്ന വ്യക്തിക്ക് മാത്രമേ കർത്താവിനെ എതിരേൽക്കുവാൻ കഴിയുകയുള്ളൂ. ദൈവമക്കളെ, അതുകൊണ്ട് ദൈവമക്കളെ, ന്യായവിധിയെങ്കിൽ നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ന്യായപീഠത്തിലിരിക്കുമ്പോൾ സകലരെയും തന്റെ സന്നിധിയിൽ കൂട്ടിവരുത്തും. ഇടയൻ ചെമ്മാരിയാടുകളെയും കോലാടുകളെയും നമ്മൾ വേർതിരിക്കുന്നത് പോലെ ഒരു വേർതിരിവുണ്ട്. വലത്തുഭാഗത്തുള്ളവരോട് പറയും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ആ നിത്യരാജ്യം വന്ന് അവകാശമാക്കിക്കൊള്ളുവിൻ. അങ്ങനെ പറയുവാനുള്ള കാരണം തിരുവചനത്തിൽ പറയുന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ ദാഹിച്ചിരുന്നു, നിങ്ങൾക്ക് കുടിപ്പാൻ തന്നു, ഞാൻ വിശന്ന് നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, ഞാൻ നഗ്നങ്ങളെ ഉടുപ്പിച്ചു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ വന്നു കണ്ടു. ദൈവമക്കളെ, നന്മ ചെയ്തു, നന്മ പ്രവർത്തി ചെയ്തു, ജീവിച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ വചനപ്രകാരം ജീവിക്കുകയും തിരുശരീരങ്ങൾ ഭക്ഷിക്കുകയും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും ചെയ്തു. അപ്പൊ ദൈവമക്കൾ ചോദിച്ചു, അല്ലയോ കർത്താവേ, എപ്പോഴാ കർത്താവിനെ വിശക്കുന്നവനായി, ദാഹിക്കുന്നവനായി, നഗ്നനായി, രോഗിയായി ഞങ്ങൾ എപ്പോൾ കണ്ടു? കർത്താവ് പറഞ്ഞു, ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തതെല്ലാം എനിക്കാകുന്നു. ദൈവമക്കളെ, ഞാനും നിങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ മറ്റുള്ളവർക്ക്, ചെറിയവർക്ക് നന്മ ചെയ്യുന്നത് അത് കർത്താവിന് ചെയ്തുവെന്ന് വചനം സാക്ഷീകരിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, വർത്തമാനത്തോട് പറഞ്ഞ എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവര്, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യരാജ്യമെന്ന് അവകാശമാക്കിക്കൊള്ളുവിൻ. ഇടത്തുഭാഗത്തുള്ളവർ പറഞ്ഞ് പിശാചിനും അവന് ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് അടക്കുവിനും. അവര് നല്ല കാര്യങ്ങളൊന്നും ചെയ്തില്ല ദൈവമക്കളെ. അതുകൊണ്ട് നിത്യ നരകത്തിലേക്ക് പോകുവാൻ ഇടയായിത്തീർന്നു. ബേബിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ചെറുപ്പകാലം ഞാൻ ഓർത്തു പോവുക. ബേബി നമ്മളോടുള്ള കുഞ്ഞുവന് ഞാനൊക്കെ ചെറുപ്പകാലങ്ങൾ ദൈവമക്കളെ ഇന്നത്തെ കാലഘട്ടം പോലെ അല്ല. ഒരു 50 വർഷം മുൻപുള്ള കാലഘട്ടം ഇന്നത്തെ പോലെ അല്ല. മധ്യവേനൽ അവധി വരുമ്പോൾ പിള്ളേരെല്ലാവരും എന്തോ ഒരു സന്തോഷമാ ദൈവമക്കളെ. അവിടെ ഇവിടെ ഓടി നടക്കുകയും മാങ്ങ പറിക്കുകയും എന്തോ ഒരു സന്തോഷത്തിന്റെ അനുഭവം. ഇന്നത്തെ മധ്യവേനൽ അവധി പിള്ളേരെ സ്കൂളിൽ വിടുക, ഒരു സന്തോഷവുമില്ല, ഒരു ഫ്രീഡമില്ല. എന്നാൽ അന്ന് സന്തോഷത്തിൻ്റെതായ ഒരു അനുഭവം. 2 മാസക്കാലം അമ്മ വീട്ടിൽ പോവുകയും ബന്ധു വീട്ടിലൊക്കെ പോവുകയും 1 ആഴ്ചയും 2 ആഴ്ചയൊക്കെ അവിടെ പോയി താമസിക്കുന്നതായ ഒരു നല്ല നാളുകളുണ്ടായിരുന്നു. ഇനി ഒരിക്കലും ആ നാളുകൾ വരുന്നത് പ്രതീക്ഷിക്കേണ്ട ദൈവമക്കളെ. അങ്ങനെ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഞങ്ങൾ ജീവിച്ചതായ ആ നല്ല നാളുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കളെ, അല്പകാലം താന് വിവിധ തലങ്ങളിൽ പ്രശോഭിപ്പാൻ ദൈവം ഭാഗ്യം കൊടുത്തു. കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് താൻ പ്രതിനിധാനം ചെയ്യുന്ന ഈ 10ാം വാർഡിന്റെ മുൻ മെമ്പറായും റോട്ടറി ക്ലബിന്റെ പ്രസിഡന്റായും കേരള കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായും ഒക്കെ സേവനമനുഷ്ഠിക്കുവാൻ ദൈവം ഭാഗ്യം കൊടുത്തു. താൻ പ്രവർത്തിച്ച മേഖലയിലൊക്കെ തന്റെ വ്യക്തിത്വം തെളിയിക്കുവാൻ ദൈവം ഭാഗ്യം കൊടുത്തു. അല്പകാലമായി രോഗിയായി മാറി. ആ രോഗത്തിലൂടെ യഥാർത്ഥമായി ഒരു ടേണിംഗ് പോയിന്റ്, ഒരു വഴിത്തിരിവുണ്ടാകുവാൻ ഇടയായിരുന്നു. ദൈവമക്കളെ, യഥാർത്ഥമായി ദൈവവുമായി ബന്ധപ്പെടുവാൻ, വചനവുമായി ബന്ധപ്പെടുവാൻ, കൂട്ടായ്മയുടെ അനുഭവത്തിലേക്ക് മടങ്ങി വരുവാൻ തക്കണം ഈ മകന് ദൈവം ഭാഗ്യം കൊടുത്തു. അത് വലിയൊരു ഭാഗ്യവതിയാണ് ദൈവമക്കളെ. ദൈവം അത് ആഗ്രഹിക്കുന്നു. എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക ദൈവമക്കളെ. അതുകൊണ്ട് ദൈവമക്കളെ, യഥാർത്ഥമായി മാനസാന്തരപ്പെടുവാൻ ഈ മകന് ദൈവം ഭാഗ്യം കൊടുത്തു. ആരാധനയുള്ള ബന്ധത്തില്, കൂട്ടായ്മയുള്ള ബന്ധത്തില്, വചനത്തോടുള്ള പ്രതിപത്തിയിൽ യഥാർത്ഥമായി മടങ്ങി വരുവാൻ ദൈവം അവസരം കൊടുത്തു. നല്ലൊരു അന്ത്യത്തിന്
മകന് ദൈവം ഭാഗ്യം കൊടുത്തു. ദൈവത്തെ നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ ഒരു മരണമുണ്ടെന്നും ഒരു കിടപ്പുണ്ടെന്നും ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുവാൻ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ, ആത്മീയമായി ഒന്നുകൂടെ വളരുവാൻ തക്കവണ്ണം നമ്മുടെ വചന കേൾവി നമുക്ക് മുഖാന്തരമായി തീരണം. 90-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, മനുഷ്യന്റെ ആയുസ് 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപവും പ്രയാസവും ദുഃഖമാത്രേ. അത് വേഗം തീർന്നു പോവുകയും നാം പറന്നു പോവുകയും ചെയ്യും. ദൈവമക്കളെ, ഇന്നത്തെ മരണങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ മധ്യവയസ്സ് 50-40 വയസ്സുള്ളൊക്കെ ചെറുപ്പക്കാരെ പൊടുന്നനവേ ഈ ലോകത്തിൽ മാറ്റപ്പെട്ടു. എന്നാൽ ദൈവമക്കളെ, 65 സംവത്സരക്കാലം ഈ ഭൂമിയിൽ അവർ ജീവിക്കുവാനും തന്റെ മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ കാണുവാൻ ദൈവം ഭാഗ്യം കൊടുത്തു. മാത്രമല്ല, തന്റെ ജീവിതത്തിലെ എല്ലാ കർത്തവ്യങ്ങളും പൂർത്തീകരിച്ചു. 2 പെൺമക്കളാണ്, അവരുടെ വിവാഹം കഴിഞ്ഞു. മാത്രമല്ല, മകന്റെ വിവാഹവും അല്പകാലം മുൻപ് കഴിഞ്ഞു. തന്റെ എല്ലാ ഭാരങ്ങളും പൂർത്തീകരിച്ച് ഇപ്പൊ സ്വസ്ഥമായി നമ്മളുടെ വാങ്ങിപ്പോരിക്കുക. ദൈവമക്കളെ, ശാരീരികമായി നമ്മളോട് ബേബി ഇല്ലെങ്കിലും ദൈവമക്കളെ ആത്മീയമായി നമ്മളോടൊപ്പമുണ്ട്. ദൈവമക്കളെ, ആത്മാവിന് ഒരിക്കലും മരണമില്ല. നമുക്കറിയാം, കർത്താവ് തന്റെ ശിഷ്യന്മാരെ പത്രോസ്, യാക്കോബ്, യോഹന്നാനുമായി മലയിലേക്ക് കയറിപ്പോകുമ്പോൾ കർത്താവിന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. അവന്റെ വസ്ത്രം മിന്നുന്ന വെളിച്ചമായി തീർന്നു. അപ്പോൾ പത്രോസ് പറയുക, കർത്താവേ, 3 കുടിൽ ഞങ്ങളിവിടെ ഉണ്ടാക്കാം. 1 മോശയ്ക്കും, 1 ഏലിയാവിനും, 1 നിനക്കും. ഒരു സ്വർഗീയമായ അനുഭൂതി ദർശിക്കുവാൻ പത്രോസിനും യാക്കോബിനും യോഹന്നാനും കഴിഞ്ഞു. അതുകൊണ്ട് അവർ 3 കുടിൽ ഞങ്ങളിവിടെ ഉണ്ടാക്കാം. ദൈവമക്കളെ, അപ്പോൾ മരിച്ചുപോയവർ ശാരീരികമായി നമ്മളോടൊപ്പം ഇല്ലെങ്കിലും അവർ സജീവരാണ്. ആത്മാവിന് മരണമില്ല. ദൈവമക്കളെ, അപ്പോൾ മോശയും ഏലിയാവും കർത്താവുമായി സംസാരിക്കുന്നവിടെ വെളിപ്പെടുക. ദൈവമക്കളെ, എന്താ സംസാരിച്ചത്? കർത്താവിന്റെ ക്രൂശുമരണത്തെക്കുറിച്ചും തന്റെ പീഡാസഹനങ്ങളെക്കുറിച്ചും മരിച്ചുപോയ പ്രതിനിധിയായ മോശയോടും ജീവനുള്ള പ്രതിനിധിയായ ഏലിയാവിനോടും കർത്താവ് സംസാരിക്കുന്നതായ രംഗം പത്രോസ് കാണുക. ദൈവമക്കളെ, അപ്പോൾ ദൈവമക്കളെ, വിശ്വാസത്തോടുകൂടി വാങ്ങിപ്പോകുന്ന ഒരു വ്യക്തിയുടെ ആത്മാവ് അവര് സജീവരാണ്. വചനം പഠിപ്പിക്കുന്നു, നിങ്ങൾ മരിച്ച് ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ അവരും തേജസ്സിൽ വെളിപ്പെടും. ദൈവമക്കളെ, വെളിപ്പെടും, യാതൊരു സംശയമില്ല. ദൈവമക്കളെ, അതുകൊണ്ടാണ് പൗലോസ് മരിക്കുന്നതിന് ലാഭം, ജീവിക്കുന്നതിൽ ക്രിസ്തു. ഈ ലോകത്തിലുള്ളതെല്ലാം ചപ്പത്തും ചവറെന്നും എണ്ണിക്കൊണ്ട് ദൈവമക്കളെ, പൗലോസ് പറഞ്ഞു, ഞാൻ പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനു വേണ്ടി ആശയോടുകൂടി ഓടുക. ദൈവമക്കളെ, ഓട്ടമൊക്കെ പൂർത്തീകരിക്കാറായി. അവസാനം പറഞ്ഞു, ഞാൻ ഇപ്പോൾ തന്നെ പാനീയയാഗമായി എന്റെ നിര്യാണകാലവും അടുത്തു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. തന്റെ ഭക്തനെ ലഭിക്കാനുള്ളതായ നീതിയുടെ കിരീടം ഉൾക്കണ്ണുകൊണ്ട് കാണുകയാണ്. പിന്നെ പറയുക, നമ്മെ ഓരോരുത്തരെയും ചേർത്ത് വരുവാനുള്ള തലമുറകളെ ചേർത്ത് വചരിക്കാം. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വച്ചിരിക്കുന്ന ഏവർക്കും ലഭിപ്പാൻ ഇടയായിത്തീരും. ദൈവമക്കളെ, ആരൊക്കെ ദൈവത്തിന്റെ വചനപ്രകാരം ജീവിച്ച് കർത്താവിന്റെ തിരുശരീരങ്ങൾ ഭക്ഷിച്ച് ഈ ലോകത്തിൽ മാറ്റപ്പെടുന്ന ഓരോ വ്യക്തിക്കും ജീവന്റെ കിരീടം പ്രാപിക്കുവാൻ ഇടയായിത്തീരും. പിന്നെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു, മനുഷ്യപുത്രന്മാരെ മടങ്ങി വരുമെന്നുള്ള കർത്താവിന്റെ വിളി കേട്ട് കർത്തസനിലേക്ക് വാങ്ങിപ്പോരിക്കാം. എന്തിനു വേണ്ടി? അത് അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. ദൈവമക്കളെ, ഒരു വിശ്രമ ലോകത്തിലേക്ക് മാറ്റപ്പെട്ടിരിക്കാം. ഇനി ബേബിയെ സംബന്ധിച്ചോളം ഇനി രോഗമില്ല, വേദനയില്ല, കഷ്ടതയില്ല, കണ്ണുനീരില്ലാത്തതായ ഒരു ലോകത്തിലേക്ക് മാറ്റപ്പെട്ടിരിക്കാം. ദൈവമക്കളെ, ആ രാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഹൃദയം കൊണ്ട് സങ്കല്പിച്ചിട്ടുള്ളതായ നിത്യമായ രാജ്യം ദൈവം ഒരുക്കിയിട്ടുണ്ട്.
കർത്താവിന്റെ വചനത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു. കർത്താവ് പറഞ്ഞു, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ വീണ്ടും വരും, ഉറപ്പ് വാഗ്ദത്തം ചെയ്തിരിക്കാം. എന്തിനു വേണ്ടിയാ? ദൈവമക്കളെ, നമ്മെ ചേർക്കുവാൻ, താൻ ഇരിക്കുന്ന ഇടത്ത് നമ്മളെ ഇരുത്താവുന്ന ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കാം. അപ്പൊ ദൈവമക്കളെ, കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ പ്രിയദാസനും കർത്താവിന്റെ സന്നിധിയിൽ കാണുവാൻ, ഇമ്പങ്ങളുടെ പ്രതീക്ഷയിൽ കാണുവാൻ തക്കണം ദൈവം ഭാഗ്യം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഈ ഇടവകയിലെ ഒരു എളിയ സുവിശേഷണ നിലയിൽ ഞങ്ങൾ എല്ലാ സുവിശേഷരുടെയും നാമത്തിലുള്ളതായ അനുശോചനം അറിയിക്കുന്നു. അതോടൊപ്പം ഭരതന്റെ ആത്മാവിന് നിത്യശാന്തി ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ അബിയുടെ ഭാര്യ ലിസിയ, കുഞ്ഞുങ്ങളെ, സഹോദരങ്ങൾക്കൊക്കെയും സർവശക്തനായ ദൈവം സ്വർഗീയമായ സമാധാനം കൊടുക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെയും എന്റെ കുടുംബത്തെയും വ്യക്തിപരമായ നാമത്തിലുള്ളതായ അനുശോചനം അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്ന ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ക്ലേശസമ്പൂർണമാകുമീ ലോകത്തിൽ നിന്നുമകന്നവരെ ദുരിതം തീണ്ടാലോകത്തിൽ ദൂതരുമൊന്നിച്ചാക്കണമേ. രക്ഷകനാകും മശിഹായേ അബ്രഹാമേ മടിയിലവരെന്നേക്കോ വിശ്രമമേൽക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ നാമത്തിൽ വന്ദനം വരുവാനിക്കുന്നതിനുമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. പാപികളാ നിന്റെ അടിയാരോട് കരുണ മെസ്സിയ രാജാവേ നിനക്ക് സ്തുതി. പാറയ്ക്കുമോ ഞങ്ങളുടെ പിതാവേ, നാമം പരിശുദ്ധമാകണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ.
എന്തുകൊണ്ടെന്ന രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമേൻ. നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ദുർബലമായ നമ്മുടെ കർത്താവ് ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. മരണമുള്ളവരെ പാപമരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി ശരീരപ്രകാരം മരണമനുഭവിച്ച ഉത്തമനും മരണമില്ലാത്തവനുമായുള്ളവേ, നിന്റെ കരുണയുടെ പ്രത്യാശയിൽ നശ്വരമായി ലോകത്തിന് യാത്രയായിരിക്കുന്ന നിന്റെ മകനു വേണ്ടി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ മകനാത്മീയമായ പൂർണ്ണ ആശ്വാസം നൽകുകയും നിന്റെ രാജ്യത്തിലെ വിരുന്നിൽ തോഴന്മാരോടുകൂടെ നിന്റെ മകനെ ഇരുത്തുകയും ചെയ്യണമേ. ജീവനുള്ളവനും ജീവൻ നൽകുന്നവനുമായ പിതൃപുത്ര പരിശുദ്ധാത്മാവായ ദൈവമേ, നീ ഉത്തമനും മനുഷ്യ സ്നേഹമുള്ളവനുമാകുന്നുവല്ലോ. നിനക്കെന്നേക്കും ബഹുമാനം യോഗ്യമാകുന്നു. ഓശോ വബകുലസുബാൻ ലോൾമി ബാരകനഫിസലമുറിയോ ഹാലേലൂയ ുമൈലശുമേ കാദീശോ ശോഭക്കിലെ കോലെ ഔലെ ഹാലേലൂയ ഉമാസെ കുൽഗുൻ കീബായ് ബാരക് മോല ബോലബറോവല റൂഹോ കാദീശോ വാദാമലോലം വൽമീനാമേ നിന്നെ അണിഞ്ഞോരെ മുഴുവനു നാരായരുതേ നിന്തിരുമൈ ഭക്ഷിച്ചോ ദഹനൻ ഭക്ഷിച്ചിടരുതേ നിന്നെ വാഴ്ത്തിയ വദനങ്ങൾ വിലപിക്കരുതേ വേദനയ മൃതരെ സന്ദർശിച്ച സുധാ കൃപയടിയാരിൽ ചെയ്യേ സ്തോമൻകാലോ സലെ ഗുലാൻമേ വകനോനോമൻ മൊറിയോ നബേ മൊറിയോ മറാഹുമോനോ റാഹിമലൈനു ആധാറായി നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്തതായ നല്ല ഉന്നതിയും സദായിപ്പോഴും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായിട്ട് തീരണമേ. ബാറക്കുമോർ, മരിച്ചവരെ പുനരുദ്ധാനം ചെയ്യിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ജീവനുള്ളവരുടെയും മരിച്ചുപോയവരുടെയും ന്യായാധിപനും സകല ആത്മാക്കളുടെയും ജഡങ്ങളുടെയും ദൈവവും മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും പാതാളത്തിലേക്ക് ഇറക്കുകയും അവിടെ നിന്ന് കയറ്റുകയും ചെയ്യുന്നവനും മനുഷ്യന്റെ ആയുഷ്കാലത്തിന് പരിമിതി നിർണയിക്കുന്നവനും മരണം മുഖേന അതിനെ അഴിച്ച് മായ്ച്ചു കളയുകയും അക്ഷയവും അനുസരവുമായ ജീവിതത്തിനായി വിളിച്ചെഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതിയും തന്റെ ദാസന്റെ മരണാനന്തര ശുശ്രൂഷ ഞങ്ങൾ നിർവഹിക്കുന്നതായി സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബകുലഹുനിയമോ സ്വതഹായ ബാറക്കുമോർ, ബലവാനായ ദൈവമായ കർത്താവേ, മഹനീയമായ നിന്റെ പ്രത്യക്ഷതയുടെ അവസാന ദിവസത്തിൽ പരേതർ നാശരഹിതനായി ഉദ്ധാനം ചെയ്യുകയും സകല പരേതരുടെയും അസ്ഥികൾ ശേഖരിക്കപ്പെടുകയും സൂര്യചന്ദ്രന്മാർ ഇരുണ്ടു പോവുകയും നക്ഷത്രങ്ങൾ പ്രകാശരഹിതമായി തീരുകയും ഭയങ്കര കാഹളങ്ങൾ ധ്വനിക്കുകയും ശ്രേഷ്ഠന്മാർ ആഹ്ലാദിക്കുകയും പാപികൾ ആഴമേറിയ കുഴിയിലേക്ക് വിധിക്കപ്പെടുകയും വലതുഭാഗം ജയത്താൽ ശ്രേഷ്ഠതപ്പെടുകയും ഇടതുഭാഗം നിത്യദണ്ഡനത്തിലേക്ക് തള്ളപ്പെടുകയും ഇരുഭാഗങ്ങൾ അവരവരർഹിക്കുന്നത് പ്രാപിക്കുകയും അവയ്ക്ക് മാറ്റം സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്നതായ ആ സമയത്ത് കർത്താവേ, നിന്റെ രൂപത്തിലും ഛായയിലും സൃഷ്ടിക്കപ്പെട്ടവനായ ഈ ദാസനിൽ നിനക്ക് അനുകമ്പ തോന്നണമേ. നിന്റെ വിശുദ്ധ കൈകളാൽ നിർമ്മിക്കപ്പെട്ട അലങ്കരിക്കപ്പെട്ടതായ ഈ വാത്സല്യ സൃഷ്ടിയിൽ നിനക്ക് സഹതാപം തോന്നണമേ. നിന്നെ സ്തുതിക്കുവാനായി നിർമ്മിക്കപ്പെട്ട
ഈ 10 കമ്പിയുള്ള കിന്നരത്തെക്കുറിച്ച് നിനക്ക് അനുകമ്പ തോന്നണമേ. മരണം നശിപ്പിക്കുകയും ചിതലിനും പുഴുവിനും കൂടായി തീരുകയും ചെയ്യുന്ന ഈ മാനുഷിക ജനലുകളെക്കുറിച്ചും കോട്ടകളെക്കുറിച്ചും നിനക്ക് അനുകമ്പ തോന്നണമേ. പൂഴിയായി തീരുന്ന ഈ സുന്ദരമായ ആകാരത്തെക്കുറിച്ച് നിനക്ക് കനിവുണ്ടാവണമേ. മാമോദീസായുടെ റൂസ്മയാൽ മുദ്രയിടപ്പെട്ടവനും ജീവനുള്ള നിന്റെ ശരീര രക്തങ്ങൾ അനുഭവിച്ചിട്ടുള്ളവനും നിന്നിലുള്ള വിശ്വാസത്തിൽ തന്റെ ജീവിതം അവസാനിപ്പിച്ച് നിന്റെ അടുക്കലേക്ക് യാത്രയായിരിക്കുന്നവനുമായി ദാസനിൽ കനിവ് തോന്നണമേ. കർത്താവെ, പ്രീതിയോടുകൂടെ ഇവന്റെ ആത്മാവിനെ കൈക്കൊള്ളുകയും ദുഷ്ടാത്മാക്കളുടെ സ്ഥാനത്ത് നിന്ന് കാത്ത് നിന്റെ മാലാഖമാരാവുന്ന സേനകളുടെ സഹായത്താൽ ഈ നിന്റെ മകനെ സംരക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവെ, നിന്റെ സ്ലീബായെ ഉപേക്ഷിച്ചവരോടുകൂടെ തിരുമുമ്പിൽ നിന്ന് ഇവനെ തള്ളിക്കളയരുത്. നിന്റെ രാജ്യത്തിന്റെ മഹാത്മ്യത്തെ തിരിച്ചറിയാതിരുന്നവരോടുകൂടെ നരകശിക്ഷയ്ക്കായി ഇവനെ വിധിക്കരുത്. നിന്റെ മനുഷ്യാവതാരത്തെ ദുഷിച്ചവരോടുകൂടെ നിന്നോടൊരുമിച്ചുള്ള ആനന്ദത്തിൽ ഇവനെ തള്ളിക്കളയരുത്. നിന്റെ തിരുനിവാസ സ്ഥാനത്ത് നിന്റെ ദാസനെ എത്തിക്കണമേ. നിന്റെ വിശുദ്ധന്മാർക്കായുള്ള ഓഹരിയിൽ ഇവനെയും ഉൾപ്പെടുത്തണമേ. ജീവകരമായ പുനരുദ്ധാനത്തിനും നിന്റെ വലത്തുഭാഗത്ത് ശ്രേഷ്ഠമായ നിലയ്ക്കും നിന്റെ മകനെ അർഹനാക്കുകയും ചെയ്യണമേ. കർത്താവെ, ക്ഷണികവും അപകടപൂർണവുമായ ജീവിതത്തിൽ അവശേഷിക്കുന്ന പാപികളും കുറ്റക്കാരുമായ നിന്റെ ദാസനാവുന്ന ഞങ്ങളെ കരുണാപൂർവമായ നിര്യാണത്തിന് നിന്റെ ഭവനക്കാർക്കും വത്സലർക്കും ഉചിതവും നിനക്ക് പ്രീതികരവുമായ നല്ല അവസാനത്തിനും അർഹരാക്കി തീർക്കണമേ. രക്ഷയും വീണ്ടെടുപ്പും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഉള്ളതാകുന്നു. ജീവതനെ മൃതിയാർന്നോരെ ഉദ്ധാനം ചെയ്യപ്പോനെ ക്ഷണവും സ്തോത്രവും മറ്റോരാ മൃതികരെ ജീവിപ്പിക്ക ലാസറിനെ കല്ലറയെന്നും ആഹ്വാനം ചെയ്തൊരു നാഥാൽ വിശ്വാസത്തോടുകൊണ്ടോർക്കുത്ഥാനം നൽകിയിടണം. മുറിയാഹിമേലനുവദ പാറയ്ക്കുമോർ മഹാകാരുണ്യവാനായ ദൈവം തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മൺമുദ്ര പ്രാപിച്ചിരിക്കുന്നതായ ഇതിന് ദാസന്റെ ആത്മാവിന് വേണ്ടി ഇപ്പോൾ നാഥ ഞങ്ങൾ നിനക്ക് അണയ്ക്കുന്നതായ ഈ ധൂപം കൈക്കൊണ്ട് പാപപരിഹാരത്തിനും മോചനത്തിനും തിരുസന്നിധിയിലും പ്രസംഗിക്കുവാൻ അർഹനാക്കുകയും ചെയ്യണമേ. മോറൻവാലുവാൻ ലെവൽ മേ കൈക്കൊള്ളുക നാഥ നിന്ദാസന്തൻ സംസ്കാരെ ഞങ്ങളാണ് ജ്യോതി പരിമളധൂപം ഇതിനാൽ നിൻ ശരണേ മരണമടഞ്ഞോർക്കാശ്വാസം സ്മൃതിയോടൊപ്പം നീ നൽകിടണമേ. ഭക്ഷിച്ചുരം രുതിരാംബാനം ചെയ്തോനെ ഞാൻ വെടിയ ശിയോളിൽ ലവനെന്നും ജീവിപ്പാൻ ഞാൻ മൃതനായ ഈശൻ ചൊന്ന രാവചനം സ്തുത്യം നവ്യതയോദ്ധാനെ കരുണാന്തേ നൽകാൻ നിന്നിൽ നേതൃതരാം നിന്ദാസന്മാർക്കായി മൃത്യാനീക്കുന്നു ആദാമേൻ ക്ഷയമോർത്തി മൃതിയെ കേടൻ മൃതിലോകത്ത് പൊടിയാമി ഉലകത്ത് മോഹത്തെ വിടുവിൻ കരുണാപൂർണനേൻ സൃഷ്ടിക്കണമേ പുതുമയുയാർപ്പിങ്ക പ്രിയരെ സുന്ദരേ പാതാളപോകീൻ സങ്കരംഗത്ത് മ്ലേച്ഛതയെ കാൺമീൻ അഴകെല്ലാം പോയി ചമയങ്ങൾ പാഴായി
ബോധം നൽകും പരിമളമില്ലവിളെങ്ങോ ആരെമോടിക്കും ദുർഗന്ധം പാരം ചർച്ചക്കാരനെയും നേരിടുവാൻ വയ്യ. സ്വർഗപതേ മൃതനെ ജീവിപ്പിക്കണമേ, നിൻ ശരണേ ജീവൻ വിരമിച്ചോനോരാം സകലവനെ ദർഗം മോചനമേ ഗണമേ. നിന്നോട് വണ്ടിനമതിലവർ മോദിക്കട്ടെ, അവരഴലില്ലാതെ തേജോധാരികളായി മണവരെ മോദാൽ പ്രാപിച്ചിടണം. സോദരരെ കൂടീൻ, എന്നെ ഓർത്തിടുവീൻ, നിങ്ങളുടെ സംസർഗം വിട്ടനേക്കോ. ദ്രപുറപ്പെട്ടൻ ഭോജ്യമനേക്കില്ല, എന്നെ കൈകൊള്ളുവാൻ പ്രിയരെ പ്രാർത്ഥിപ്പേ. നീ കൃപയാൽ എന്നെ മണ്ണാൽ സൃഷ്ടിച്ചു, പാതകി ഞാൻ പോകരുതേ പാതാളം. പാതകി ഞാൻ എന്നെ അഭ്യർത്ഥിക്കുന്നേ. അങ്ങേറോ സ്ലീബായാൽ ആവൽസ്ഥാനത്തെ നീ തരണം ചെയ്യോ. രക്ഷകനാമീശോ ജീവനെ എന്നെ ജീവിപ്പിക്കുകനേ, കൃപയെ ഞാൻ വാഴ്ത്തും. മൊഴിയോടെ മേലോദാറെ മോറാനെ സറാഹാമേലാൻ ആലോഹോഹ സോലബുദോ വാക്കിമ മെനിയാമീനോ.
നമ്മവൻ ജീവിപ്പാനങ്ങെ തൊട്ടുമരെ ചതു ഞാൻ എന്നും കാർത്ത തന്നരുളെന്ന മഹത്വം അറിയോറാകെ മേലെനുവാതാറേ നിന്നെ കൊടുത്തിട്ട് ശ്രീമേപത്തനാക്കിനവനാക്കണമേ. കർത്താവേ, എന്റെ ആശ്രിതയെ കുറിച്ച് മരിച്ചു നിന്റെ വരെ നോക്കി പറഞ്ഞ മനുഷ്യരെ പുണ്യമാക്കണമേ. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ഇവരെ നീ പാർപ്പിക്കണമേ. വന്ദനം വരുവാനിക്കാൻ വാഴ്ത്തപ്പെടാവുന്ന ശരിയായ ആത്മാക്കളും ശരിയായ ചൊറിയുമാറാകണമേ. ആമീൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടും നമ്മിൽ നിന്ന് വാങ്ങിപ്പോയവരോടും വിശിഷ്യ ഇന്ന് ആർക്കു വേണ്ടി നാം പ്രത്യേകാൽ പ്രാർത്ഥിക്കുന്നു ഈ കർത്തൃദാസനോടുകൂടിയും എന്നേക്കുമുണ്ടായിരിക്കുമാറാകട്ടെ. ലോകമം ഗംഭീരവാരിധിയിൽ വിശ്വാസ കപ്പലിലോടിയിട്ട് ലോകമ ഗംഭീര വാരിധിയിൽ വിശ്വാസ കപ്പലിലോടിയിട്ട് നിത്യവീടൊന്നുണ്ടാവിടയത്തി കർത്തനോടുകൂടെ വിശ്രമിപ്പാൻ നിത്യവീടൊന്നുണ്ടാവിടയത്തി കർത്തനോടുകൂടെ വിശ്രമിപ്പാൻ യാത്ര ചെയ്യും ഞാൻ ക്രൂശ് നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും കാലം കഴിയുന്നു നാളുകൾ പോയി കർത്താവിൻ വരവു സമീപമായി കാലം കഴിയുന്നു നാളുകൾ പോയി കർത്താവിൻ വരവു സമീപമായി മഹത്വനാമത്തെ കീർത്തിപ്പാനായി ശക്തീകരിക്കാനെൻ ആത്മാവിനാൽ മഹത്വനാമത്തെ കീർത്തിപ്പാനായി ശക്തീകരിക്കാനെൻ ആത്മാവിനാൽ യാത്ര ചെയ്യും ഞാൻ ക്രൂശ് നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷ